about Emile Durkheim. Emile Durkheim was a French sociologist. He maintained that it was possible to develop a scientific study of society. അപ്പോൾ എമിൽ ഡർക്കിൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇറ്റ് വാസ് പോസിബിൾ ടു ഡെവലപ്പ് എ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയെ കുറിച്ചൊരു സയൻറ്റിഫിക് സ്റ്റഡി നടത്തുക, അത് സാധ്യമാണെന്നാണ് ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റ് എമിൽ ഡർക്കിം സ്ഥാപിച്ചെടുത്തത്. ഇൻഫാക്ട് both Auguste Comte and Emile Durkheim are known for their contribution in providing credibility to sociology. അപ്പം സോഷ്യോളജിക്ക് കൂടുതൽ ബലം കൊടുക്കാൻ ശ്രദ്ധിച്ച രണ്ട് മഹാന്മാരാണ്. ഒന്ന് ഓഗസ്റ്റ് കോംറ്റ്, പിന്നെ അതിനുശേഷം എമിൽ ഡർക്കിം. രണ്ടുപേരുടെയും സംഭാവനകൾ വളരെ വലുതാണ്. ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് സോഷ്യോളജി ആസ് ആൻ ഇൻഡിപെൻഡന്റ് അക്കാഡമിക് ഡിസിപ്ലിൻ, അതിനെ ഒരു സ്വതന്ത്ര അക്കാഡമിക് വിഷയമാക്കി മാറ്റാനായിട്ട് ഈ രണ്ടു കൂട്ടരും പരിശ്രമിച്ചു. ഹി ഈസ് നോൺ ഫോർ ഹിസ് റൈറ്റിംഗ്സ് ഓൺ ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി. എമിൽ ഡർക്കിം ഈസ് നോൺ ഫോർ ഹിസ് റൈറ്റിംഗ്സ് ഓൺ division of labor in society, religion, suicide and education and morals. ഇതെല്ലാം അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള റൈറ്റിംഗ്സ് ആണ്. ഇൻ ദിസ് യൂണിറ്റ് വി ബിഗിൻ വിത്ത് എ ബയോഗ്രഫിക്കൽ ഔട്ട്ലൈൻ ഓഫ് ഡർക്കിം ഇൻ ഓർഡർ ടു ഫെമിലറൈസ് യു വിത്ത് ദ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ എൻവയറമെന്റ്. പക്ഷേ ഈ ബയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് സെൽഫ് റീഡിങ് ഇസ് എനഫ്. സോ അതിലേക്ക് ഞാൻ പോകുന്നില്ല, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. സോഷ്യോ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആദ്യം നമുക്ക് ആ സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഫോർ ദ എമർജൻസ് ഓഫ് സോഷ്യോളജി ഇൻ യൂറോപ്പ്. അപ്പൊ സോഷ്യോളജി യൂറോപ്പിൽ ഉദയം ചെയ്യാനുണ്ടായിരുന്ന ആ സാമൂഹിക ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഫോർ ദ എമർജൻസ് ഓഫ് സോഷ്യോളജി ഇൻ യൂറോപ്പ്. The roots of the ideas developed by the early sociologists are grouped in the social conditions that prevailed in Europe. The emergence of sociology as a scientific discipline can be traced to that period of European history. അപ്പോൾ roots of the ideas developed by the early sociologist. സോഷ്യോളജി ഉത്ഭവിക്കാനുള്ള റൂട്ട്സ് ഒക്കെ ഉണ്ടാക്കിയെടുത്തത് ഏത് വഴി കൂടിയാണെന്ന് നോക്കാം. The emergence of sociology as a scientific discipline can be traced to that period of European history which saw such tremendous social, political and economic changes as embodied in the French Revolution and the Industrial Revolution. ഫ്രഞ്ച് റെവല്യൂഷൻ അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, അതിനെയൊക്കെ തുടർന്ന് സമൂഹത്തിലുണ്ടായ സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ വ്യതിയാനങ്ങൾ ഈ വിഷയത്തിന്റെ വളർച്ചയ്ക്ക് ഏറെ സഹായകരമായി. ദിസ് പീരീഡ് ഓഫ് ചേഞ്ച് ഇൻ യൂറോപ്യൻ സൊസൈറ്റി ഈസ് നോൺ ആസ് ദ എൻലൈറ്റ്മെന്റ് പീരീഡ്. അപ്പൊ ഈ ചേഞ്ച് ഓഫ് പീരീഡ്, ആ സാമൂഹ്യ വ്യവസ്ഥിതികളിൽ ചിന്താഗതികളിലൊക്കെ ഉണ്ടായ ആ ചേഞ്ചസിന്റെ ആ കാലഘട്ടത്തിനെ യൂറോപ്യൻ സൊസൈറ്റിയിൽ അറിയപ്പെടുന്നത് എൻലൈറ്റ്മെന്റ് പീരീഡ് എന്നാണ്. ആസ് ഇറ്റ് എംബോഡീസ് ദ സ്പിരിറ്റ് ഓഫ് ന്യൂ അവേക്കനിങ് ഇൻ ഫ്രഞ്ച് ഫിലോസഫേഴ്സ് ഓഫ് ദ 18th century. The Enlightenment period marked a radical change from the traditional thinking of feudal Europe. ഇപ്പൊ ഫ്യൂഡൽ യൂറോപ്പിന്റെ ട്രഡീഷണൽ തിങ്കിങ്ങിൽ നിന്ന് ഒരു നല്ല ഒരു ചേഞ്ച്, യുക്തിപൂർവമായിട്ടുള്ള ചിന്താഗതിയിലേക്ക്, റാഡിക്കൽ ചേഞ്ച് ഫ്രം ദ ട്രഡീഷണൽ തിങ്കിങ് ഓഫ് ഫ്യൂഡൽ യൂറോപ്പ്. ഫ്യൂഡൽ യൂറോപ്പിൽ നിലനിന്നിരുന്ന ട്രഡീഷണൽ തിങ്കിങ്ങിൽ നിന്ന് വളരെ ഒരു ജ്ഞാനോദയം ഉണ്ടായി. യുക്തിപരമായിട്ട് എല്ലാവരും ചിന്തിക്കാനായിട്ട് ആരംഭിച്ചു. ഇറ്റ് ഇൻട്രോഡ്യൂസ് ദ ന്യൂ വേ ഓഫ് തിങ്കിങ് ആൻഡ് ലുക്കിംഗ് അറ്റ് റിയാലിറ്റി. യാഥാർത്ഥ്യങ്ങളെ പുതിയ രൂപത്തിൽ കാണാനും അതിനെ നോക്കി കാണാനും അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും ആരംഭിച്ചു. ഇൻഡിവിജ്വൽ സ്റ്റാർട്ടഡ് ക്വസ്റ്റ്യനിങ് ഈച്ച് ആൻഡ് എവരി ആസ്പെക്ട് ഓഫ് ലൈഫ്. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ എല്ലാം
രാജകൽപ്പന പോലെ അല്ലെങ്കിൽ അതുപോലെ നടന്നിരുന്നത് പിന്നീട് ഇൻഡിവിജ്വൽസ് ബോധോദയം ഉണ്ടായപ്പോൾ അവർ എല്ലാ കാര്യങ്ങളെയും ചോദ്യം ചെയ്യുക എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് വന്നു. ക്വസ്റ്റ്യനിങ് ഈച്ച് ആൻഡ് എവരി ആസ്പെക്ട് ഓഫ് ലൈഫ് ആൻഡ് നത്തിങ് വാസ് കൺസിഡേർഡ് സാർക്കോസാക്ട്. ഒന്നും ചോദ്യം ചെയ്യലിൽ നിന്ന് ഒന്നിനും രക്ഷപ്പെടാൻ പാടില്ല. എല്ലാവരും ഫ്രം ദ ചർച്ച് ടു ദ സ്റ്റേറ്റ് ടു ദ അതോറിറ്റി ഓഫ് ദ മൊണാർക്ക് ആൻഡ് സോ ഓൺ. ആരായാലും, ചർച്ച് ആയാലും സ്റ്റേറ്റ് അതോറിറ്റി ആയാലും രാജാവായാലും ആരും ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടില്ല. എല്ലാവരെയും ചോദ്യം ചെയ്യാനുള്ള അധികാരം ഉണ്ടായി. ദ റൂട്ട്സ് ഓഫ് ദ ഐഡിയ സച്ച് ബിലീഫ് ദാറ്റ് ബോത്ത് നേച്ചർ ആൻഡ് സൊസൈറ്റി ക്യാൻ ബി സ്റ്റഡീഡ് സയന്റിഫിക്കലി, ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് ആർ essentially rational, and the society built on rational principles will make human beings realize their infinite potential can be traced in the development of science and commerce in Europe. അപ്പൊ ഈ ഒരു ജ്ഞാനോദയം അതോടുകൂടി യുക്തിചിന്ത വളരാൻ തുടങ്ങി. മനുഷ്യർക്ക് എല്ലാ കാര്യങ്ങളും യുക്തിപരമായിട്ട് ആലോചിച്ച് നിരീക്ഷണം ചെയ്ത് തീർച്ചപ്പെടുത്തണം എന്നുള്ള ഒരു ചിന്താഗതി വളർന്ന് ദ ന്യൂ ഔട്ട്ലുക്ക് ഡെവലപ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് കൊമേഴ്ഷ്യൽ റെവല്യൂഷൻ. അപ്പൊ കൊമേഴ്ഷ്യൽ റെവല്യൂഷനും ആൻഡ് ദ സയന്റിഫിക് റെവല്യൂഷൻ ആൻഡ് ക്രിസ്റ്റലൈസിംഗ് ഡ്യൂറിംഗ് ദ ഫ്രഞ്ച് ആൻഡ് ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻസ് ഗവ് ബർത്ത് ടു സോഷ്യോളജി ആസ് എ ഡിസിപ്ലിൻ. അപ്പൊ ഇതിന്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കൊമേഴ്ഷ്യൽ റെവല്യൂഷൻ, അതുപോലെ സയന്റിഫിക് റെവല്യൂഷൻ, അത് ഫ്രഞ്ച് റെവല്യൂഷൻ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ഇതിന്റെയൊക്കെ പരിണത ഫലമായിട്ടാണ് സോഷ്യോളജി എന്നുള്ള ആ ഡിസിപ്ലിൻ gave birth to sociology as a discipline. To understand the social changes that were taking place in European society, we will first look at the kind of society that existed in traditional Europe, that is prior to the Enlightenment period. അതൊക്കെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ആ ബാക്ക്ഗ്രൗണ്ട് അത് നിങ്ങൾ തന്നെ വായിച്ചു നോക്കിയാൽ മതി. നമുക്ക് ഇനി മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. അടുത്തതായിട്ട് ഇന്റലക്ച്വൽ ഇൻഫ്ലുവൻസസ് ഓൺ ഡർക്കിംസ് വർക്ക്. ഡർക്കിംസിന്റെ വർക്കിനെ സ്വാധീനിച്ച ഇന്റലക്ച്വൽ ഇൻഫ്ലുവൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് ആണ് സോഷ്യൽ റിയലിസം. ഡർക്കിം പ്രൊവൈഡഡ് സോഷ്യൽ എക്സ്പ്ലനേഷൻ ഫോർ ഓൾ ഫിനോമിന. ഡർക്കിമിന്റെ അഭിപ്രായത്തിൽ ഏത് പ്രതിഭാസം ആയാലും അതിനെല്ലാത്തിനും സോഷ്യൽ എക്സ്പ്ലനേഷൻ, സാമൂഹിക വിവരണം ഉണ്ടെന്നാണ് അടയാളപ്പെടുത്തിയിരുന്നത്. ഡർക്കിംഗ് വാസ് എ സോഷ്യൽ റിയലിസ്റ്റ് ആസ് ഹി വിഷ്വലൈസ്ഡ് സൊസൈറ്റി ആസ് sui generis and having an existence prior to the individual. ഡർക്കിം വാസ് എ സോഷ്യൽ റിയലിസ്റ്റ്. ഡർക്കിം ഒരു സോഷ്യൽ റിയലിസ്റ്റ് ആയിരുന്നു. ആസ് ഹി വിഷ്വലൈസ്ഡ് സൊസൈറ്റി ആസ് എ sui generis. അദ്ദേഹം സൊസൈറ്റിനെ ഒരു sui generis ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. ആൻഡ് ഹാവിങ് ആൻ എക്സിസ്റ്റൻസ് പ്രയർ ടു ദ ഇൻഡിവിജ്വൽ. അപ്പൊ ഇൻഡിവിജ്വലിന് മുമ്പായിട്ട് തന്നെ സമൂഹത്തിന് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് എക്സിസ്റ്റൻസ് ഉണ്ടായെന്ന് ഉള്ള അഭിപ്രായക്കാരനായിരുന്നു ഡർക്കിം. ഡർക്കിം വാസ് എ സോഷ്യൽ റിയലിസ്റ്റ് ആസ് ഹി വിഷ്വലൈസ്ഡ് സൊസൈറ്റി ആസ് sui generis and having an existence prior to the individual. He believed that economic and utilitarian explanation cannot explain individual phenomena. ഇൻഡിവിജ്വൽ ഫിനോമിനക്ക് എക്കണോമിക് അല്ലെങ്കിൽ യൂട്ടിലിറ്റേറിയൻ എക്സ്പ്ലനേഷൻ മാത്രം പോരാ, അതിനൊക്കെ സാമൂഹികമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. സാമൂഹികമായിട്ട് അതിനെ വിശദീകരിക്കാൻ പറ്റുമെന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു ഡർക്കിം. ഡർക്കിം held that society precedes the individual. അപ്പൊ സൊസൈറ്റി എന്നുള്ളത് ഇൻഡിവിജ്വലിന്, വ്യക്തികൾക്ക് മുമ്പേ തന്നെ ഉള്ളതാണ്. സൊസൈറ്റി ആൻഡ് ഇൻഡിവിജ്വൽ ആർ ഇൻസെപ്പറബിൾ. പക്ഷെ സൊസൈറ്റിയും ഇൻഡിവിജ്വലും അത് രണ്ടിനെയും വ്യത്യസ്തങ്ങളാക്കാൻ പറ്റില്ല. രണ്ടും ഇൻസെപ്പറബിൾ ആണ്. There exists a social constraint on individuals and their actions are not strictly utilitarian. അപ്പൊ സൊസൈറ്റിയുടെ ഒരു സോഷ്യൽ കൺസ്ട്രെയിന്റ്, ഒരു സാമൂഹിക കടിഞ്ഞാൺ എപ്പോഴും സൊസൈറ്റിയുടെ മേലുണ്ടെന്ന്, വ്യക്തിയുടെ മേൽ ഉണ്ടായിരിക്കും എന്നുള്ള അഭിപ്രായക്കാരനാണ് എമിൽ ഡർക്കിം. Durkheim was determined to establish the status of sociology as an independent discipline. അപ്പം മറ്റ്
വിഷയങ്ങളോട് കൂടിച്ചേർന്ന് പഠിക്കേണ്ട ഒരു വിഷയമല്ല സോഷ്യോളജി എന്ന് പറഞ്ഞാൽ. അതിനൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് ഡർക്കിമിൻ്റെ അഭിപ്രായത്തിൽ ഡർക്കിം വാസ് ഡിറ്റർമൈൻഡ് ടു എസ്റ്റാബ്ലിഷ് ദ സ്റ്റാറ്റസ് ഓഫ് സോഷ്യോളജി ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഡിസിപ്ലിൻ. ഒരു ഇൻഡിപെൻഡൻറ്റ് ഡിസിപ്ലിനായിട്ട് സോഷ്യോളജിനെ കാണണമെന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു അദ്ദേഹം. ഹി ഹെൽഡ് ദാറ്റ് സോഷ്യോളജി സ്റ്റഡീഡ് സോഷ്യൽ ഫാക്ട്സ് ദാറ്റ് വെയർ കൺസ്ട്രെയിനിങ് ആൻഡ് എക്സ്റ്റേണൽ. ഹി ഹെൽഡ് ദാറ്റ്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സോഷ്യോളജി സ്റ്റഡീഡ് സോഷ്യൽ ഫാക്ട്സ്, സോഷ്യോളജി പഠിക്കുന്നത് സോഷ്യൽ ഫാക്ട്സിനെ കുറിച്ചാണ്. ബയോളജിക്കൽ ഫാക്ട്സിനെ കുറിച്ച് പഠിക്കണ പോലെ, അതുപോലെ മറ്റ് സബ്ജക്റ്റ് അതിൻ്റെതായ ഫാക്ട്സുകളെ കുറിച്ച് പഠിക്കുന്നത് പോലെ സോഷ്യോളജിയിൽ പഠിക്കേണ്ട ഫാക്ട്സ് ആണ് സോഷ്യൽ ഫാക്ട്സ്. ഹി ഹെൽഡ് ദാറ്റ് സോഷ്യോളജി സ്റ്റഡീഡ് സോഷ്യൽ ഫാക്ട്സ് ദാറ്റ് വെർ കൺസ്ട്രെയിനിങ് ആൻഡ് എക്സ്റ്റേണൽ. അപ്പോൾ ഈ സോഷ്യൽ ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക ക്വാളിറ്റി ഉണ്ട്. അത് കൺസ്ട്രെയിനിങ് ആണ് ആൻഡ് എക്സ്റ്റേണലും ആണ്. വ്യക്തിക്ക് പുറമേ ഉള്ളതാണ്, പക്ഷേ വ്യക്തിയുടെ മേൽ നല്ല സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് ഈ സോഷ്യൽ ഫാക്ട്സ് എന്ന് പറഞ്ഞത്. ഹി ബിലീവ്ഡ് ദാറ്റ് ഹ്യൂമൻ ആക്ഷൻ ഈസ് നോട്ട് ബേസ്ഡ് ഓൺ കോമൺ മോട്ടീവ്സ് ഓർ ഡ്രൈവൺ towards self-interest, but there is an external constraint that exists which lead to engage in certain actions. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഓരോ ആക്ഷൻസും അത് വെറുതെ സെൽഫ് ഇൻട്രസ്റ്റഡ് ആക്ഷൻസ് മാത്രമല്ല, അത് സമൂഹമാണ്, സൊസൈറ്റിയാണ്, അതിനെ ഗ്രൂപ്പുകളാണ് ഓരോ ആക്ഷനിലേക്കും വ്യക്തികളെ നയിക്കുന്നത്. ദിസ് ലെറ്റ് ഡർക്കിം ടു റൈറ്റ് ദ റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ്. അപ്പോൾ കോംപ്റ്റ് ആദ്യം ഈ സോഷ്യോളജിനെ ഒരു സയൻസായിട്ട്, നാച്ചുറൽ സയൻസ് എങ്ങനെ പഠിക്കാം ആ രീതിയിൽ കൂടി സോഷ്യോളജിനെ കൺസിഡർ ചെയ്യണം. അതും ഒരു സയൻസ് ആണെന്ന് പ്രഖ്യാപിച്ചെങ്കിലും അതിനൊരു മെത്തേഡ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സോഷ്യോളജിയെ പഠിക്കാനായിട്ടുള്ള ഒരു മെത്തേഡ് അത് ആദ്യമായിട്ട് ഡിഫൈൻ ചെയ്തത് ഡർക്കിമാണ്. ഡർക്കിം അദ്ദേഹത്തിൻ്റെ ദ റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ് എന്നുള്ള ബുക്കിൽ കൂടി സോഷ്യോളജിയെ എങ്ങനെ പഠിക്കാമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഡർക്കിമിനെ സ്വാധീനിച്ചിട്ടുള്ള പല ഇന്റലക്ച്വൽസ് ഉണ്ട്, ജെ റോസോ, ഹോബ്സ് എക്സെട്ര. പക്ഷെ ഏറ്റവും കൂടുതലായിട്ട് ഡർക്കിം ആകർഷിച്ചത് ഓഗസ്റ്റ് കോംപ്റ്റിന്റെ തിയറീസ് ആണ്. അദ്ദേഹത്തിന്റെ The rules of sociological method, Durkheim developed the methodological framework to study society. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ വർക്കാണ് റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ്. അതിൽ അദ്ദേഹം കൂടുതലായിട്ട് പ്രതിപാദിക്കുന്നത് മെത്തഡോളജിക്കൽ ഫ്രെയിംവർക്ക് ടു സ്റ്റഡി സൊസൈറ്റി. സൊസൈറ്റീനെ കുറിച്ച് ഒരു മെത്തഡോളജിക്കൽ ഫ്രെയിംവർക്ക് ഓഫ് സ്റ്റഡിയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഹി ഹെൽഡ് ദാറ്റ് സോഷ്യോളജി ഈസ് എ സ്റ്റഡി ഓഫ് സോഷ്യൽ ഫാക്ട്സ് ആസ് സൂയിസൈഡ് റേറ്റ്സ്, റിലീജിയസ് എഫിലിയേഷൻ, മോറൽ റൂൾസ്. അപ്പം ഇതിനെയൊക്കെ പോലെ സോഷ്യോളജിനെ ഒരു സോഷ്യൽ ഫാക്റ്റായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് സോഷ്യോളജിയിൽ ഓരോ വസ്തുതകളും പഠിക്കുന്നത്. അപ്പം സയൻസിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആ ഒബ്ജക്റ്റാണ് അവിടുത്തെ ഒരു വസ്തു. ആ വസ്തുവിനെ നിരീക്ഷിച്ചിട്ട് പരീക്ഷണങ്ങളിലൂടെ എക്സ്പെരിമെന്റ്, ഒബ്സർവേഷൻ ആൻഡ് ഇൻഫറൻസ്, അങ്ങനത്തെ ഒരു മെത്തേഡിലാണ് സയൻസ് പഠിക്കുന്നതെങ്കിൽ, അതുപോലെ തന്നെ സോഷ്യോളജിനെ ഒരു സയൻസ് ആയിട്ട് കാണുകയാണെങ്കിൽ ഈ എക്സ്പെരിമെന്റ്സ്, ഒബ്സർവേഷൻ ആൻഡ് റീസ് ആൻഡ് ഇൻഫറൻസ് എന്നുള്ള മെത്തേഡ്, അതായത് പ്രതിഭാസങ്ങളെ പഠിച്ചിട്ട് പ്രമാണത്തിലേക്ക് എത്തുക, ആ ഒരു രീതി ഇവിടെ നമുക്ക് സോഷ്യോളജിക്കും ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് എമിൽ ഡർക്കിം പറഞ്ഞത്. ഇനി സോഷ്യൽ ഫാക്റ്റിനെ കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് അടുത്ത അധ്യായത്തിൽ അദ്ദേഹം കൂടുതലായിട്ട് വിവരിക്കുന്നുണ്ട്. ഇവിടെ ഇത്ര മാത്രം മനസ്സിലാക്കുക, സോഷ്യൽ ഫാക്ട്സ് ആർ എക്സ്റ്റേണൽ ആൻഡ് കനോട്ട് ബി റെഡ്യൂസ് ടു ഇൻഡിവിജ്വൽ ഫാക്ട്സ്. സോഷ്യൽ ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആണ്, അത് ഇൻഡിവിജ്വൽ ഫാക്ട്സ് അല്ല, ഇൻഡിവിജ്വലിന് പുറത്തുള്ളതാണ്. പക്ഷേ അത് ഒരു കൺസ്ട്രെയിൻ ഉണ്ട്, ഒരു ഇൻഡിവിജ്വലിന്റെ മേലെ ഒരു അധികാരം, ഒരു കടിഞ്ഞാൺ അതെപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത ഇന്റലക്ച്വൽ അദ്ദേഹത്തിനെ സ്വാധീനിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സയന്റിസിസം ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് പോസിറ്റിവിസം. ഈ പോസിറ്റിവിസം
ഓഗസ്റ്റ് കോംപ്റ്റിന്റെ തിയറിയാണ്. ആ പോസിറ്റിവിസത്തിലാണ് പറയുന്നത് മറ്റ് സയൻസുകളെ പോലെ തന്നെ സോഷ്യോളജിയെ നമുക്ക് പഠിക്കാൻ പറ്റുമെന്നുള്ളത്. ടിൽ ദ ലേറ്റ് 19th century, sociology as an academic discipline was not studied in the universities in France. അപ്പോൾ ഫ്രാൻസിൽ ലേറ്റ് 19th centuryയിൽ മറ്റ് അക്കാഡമിക് ഡിസിപ്ലിൻസിനെ പോലെ വിഷയങ്ങളെ പോലെ സോഷ്യോളജി അവിടെ പഠന വിഷയമാക്കി തീർത്തിട്ടുണ്ടായിരുന്നില്ല. ദ ടേം സോഷ്യോളജി വാസ് ഫൗണ്ടഡ് ബൈ ഓഗസ്റ്റ് കോംപ്റ്റ് ഇൻ 1882. 1882 ഈ സോഷ്യൽ സയൻസിന് സോഷ്യോളജി എന്നുള്ള ഒരു പേര് നൽകിയത് ഓഗസ്റ്റ് കോംപ്റ്റ് ആയിരുന്നു. ആൻഡ് സോഷ്യോളജി വാസ് നോട്ട് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ യൂണിവേഴ്സിറ്റീസ്. പക്ഷെ ആ സമയത്ത് സോഷ്യോളജി ഒരു സബ്ജക്റ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റിയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഡർക്കിം വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ കോംസ് ഐഡിയ ഓഫ് പോസിറ്റീവ്സ്. അപ്പൊ ഡർക്കിം കോംസിന്റെ പോസിറ്റിവിസം എന്നുള്ള ഐഡിയ ആയിട്ട് ആകർഷിക്കപ്പെട്ട് പിന്നെ അതിനെക്കുറിച്ച് അദ്ദേഹം അതിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ആഫ്റ്റർ ഡർക്കിം ജോയിൻഡ് Bordeaux as a professor in 1887, he institutes the study of sociology as an academic discipline. അപ്പോൾ അദ്ദേഹമാണ് 1887 അദ്ദേഹത്തിന്റെ ചേർന്ന ആ യൂണിവേഴ്സിറ്റിയിൽ സോഷ്യോളജിനെ ഒരു അക്കാഡമിക് ഡിസിപ്ലിനായിട്ട് ചേർത്തത്. For him, sociology could be established as a scientific discipline. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സോഷ്യോളജിനെ ഒരു സയന്റിഫിക് ഡിസിപ്ലിനായിട്ട് നമുക്ക് കണക്കാക്കാം. Only when the causal relations underlying social activities could be studied. But sociology, which was emerging as an academic discipline, could establish generalization and not more speculations. വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് സോഷ്യോളജി സയൻസ് ആണെന്ന് പറയുകയല്ല, അതിന് വളരെ വ്യക്തമായിട്ടുള്ള തിയറീസ് ഉണ്ടാക്കിക്കൊണ്ടാണ് ഡർക്കിം സോഷ്യോളജിനെ ഒരു സയൻസിന്റെ ഗ്രൂപ്പിൽ പെടുത്തിയത്. കോംപ്റ്റിന്റെ അഭിപ്രായത്തിൽ Comte held that all societies pass through similar stages of evolution as theological, metaphysical and scientific. അപ്പോൾ കോംപ്റ്റിന്റെ അഭിപ്രായത്തിൽ മാത്തമാറ്റിക്സ് ആണ് ഹയർ സബ്ജക്റ്റ് ആയിട്ട് അദ്ദേഹം കൊടുത്തിരുന്നത്. സയൻസ് ആസ് മാത്തമാറ്റിക്സ് ആൻഡ് ബയോളജി വെർ സീൻ ആസ് മോർ ഡെവലപ്ഡ് ആൻഡ് പോസിറ്റിവിസ്റ്റിക്, and social sciences like philosophy and history were non-positivistic. Comte held that all societies pass through similar stages of evolution. അപ്പൊ പരിണാമത്തിന്റെ 3 ഘട്ടങ്ങളിൽ കൂടി ഏത് സൊസൈറ്റിയും കടന്നു പോകുമെന്നാണ് കോംറ്റ് പറഞ്ഞിട്ടുള്ളത്. അതാണ് അദ്ദേഹത്തിന്റെ പോസിറ്റിവിസം തിയറിയിൽ പറയുന്നത്. അതായത് ആ 3 സ്റ്റേജസ് ആണ് തിയോളജിക്കൽ, മെറ്റാഫിസിക്കൽ ആൻഡ് സയന്റിഫിക്. ഈ 3 സ്റ്റേജിൽ കൂടി ഏത് കാര്യങ്ങളായാലും ഏത് സംഭവങ്ങളായാലും കടന്നു പോകുമെന്നുള്ളതാണ്. ഏത് സൊസൈറ്റീസും ഈ 3 സ്റ്റേജ് പാസ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ അക്കോർഡിംഗ് ടു കോംപ്റ്റ് ഇൻ ദ തിയോളജിക്കൽ സ്റ്റേജ്, അതായത് ഫസ്റ്റ് സ്റ്റേജ് ആണ് തിയോളജിക്കൽ സ്റ്റേജ്. ഹ്യൂമൻ ബീയിങ്സ് എക്സ്പ്ലെയിൻ കോസസ് ഇൻ നേച്ചർ ആസ് ദ വിൽ ഓഫ് ഗോഡ്സ്. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സ് അന്ന് പ്രകൃതിയിൽ നടന്നിരുന്ന സംഭവങ്ങളെ ദൈവത്തിന്റെ അല്ലെങ്കിൽ ദൈവകടാക്ഷം കൊണ്ട് അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അമാനുഷിക ശക്തി കൊണ്ട് നടക്കുന്നതാണ് പ്രകൃതിയിലെ എല്ലാ പ്രതിഭാസങ്ങളും എന്നുള്ള ഒരു വിചാരത്തിലായിരുന്നു ആ പ്രാകൃത മനുഷ്യർ. എന്നാൽ ഇൻ ദ മെറ്റാഫിസിക്കൽ സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് ആണ് മെറ്റാഫിസിക്കൽ സ്റ്റേജ്. അതായത് തിയോളജിക്കൽ സ്റ്റേജിൽ നിന്ന് സയന്റിഫിക് സ്റ്റേജിലേക്ക് വരുന്ന അതിനിടക്കുള്ള ഒരു പീരീഡാണ് മെറ്റാഫിസിക്കൽ സ്റ്റേജ്. അപ്പൊ ഈ സ്റ്റേജില് കുറച്ചും കൂടി സങ്കീർണമായിട്ട് യുക്തിപരമായിട്ടൊക്കെ മനുഷ്യര് ചിന്തിക്കാൻ തുടങ്ങി. In the metaphysical stage, natural causes are explained on the basis of speculative truths. അപ്പൊ കുറെ സത്യങ്ങളൊക്കെ അവിടെ വരാൻ തുടങ്ങി. കുറച്ച് യുക്തിപരമായിട്ട് ചിന്തിച്ച് കാര്യങ്ങളെ നിരീക്ഷിക്കാൻ തുടങ്ങി മെറ്റാഫിസിക്കൽ സ്റ്റേജിൽ. എന്നാലും ആ സയന്റിഫിക് സ്റ്റേജിലോട്ട് വന്നിട്ടില്ല.
പൂർവ്വം ചിന്തിക്കുക എന്നുള്ള ആ ഒരു കാര്യം അപ്പോഴും ശൈശവാവസ്ഥയിൽ തന്നെയായിരുന്നു. എന്നാൽ ഇൻ ദ സയന്റിഫിക് സ്റ്റേജ് സൊസൈറ്റി കോസസ് ആർ എക്സ്പ്ലെയിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ഒബ്സർവേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് എക്സ്പെരിമെന്റേഷൻ. അപ്പൊ ലാസ്റ്റ് സ്റ്റേജ് ആണ് സയന്റിഫിക് സ്റ്റേജ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാം കാര്യകാരണ സഹിതം യുക്തിപൂർവ്വം എല്ലാം ചിന്തിച്ച് വിശദീകരിക്കാൻ തുടങ്ങി. അങ്ങനെ ആദ്യം വസ്തുതകളെ ഒബ്സർവ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, എക്സ്പെരിമെന്റ് ചെയ്യുക. അങ്ങനെ ഒബ്സർവേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് എക്സ്പെരിമെന്റേഷൻ എന്നുള്ള ആ സയന്റിഫിക് പ്രോസസ് എല്ലാം ഇവിടെ ഉപയോഗിക്കാൻ തുടങ്ങി. ഡർക്കിം however held that it is questionable that all the academic disciplines will evolve simultaneously and achieve the status of scientific discipline. It was also questionable that with historical progress all disciplines will evolve from a speculative or to a പോസിറ്റീവ് സ്റ്റേജ്. അപ്പോൾ ഡർക്കിമിൻ്റെ അഭിപ്രായത്തിലും അതുപോലെ തന്നെ കോംപ്റ്റിൻ്റെ അഭിപ്രായത്തിലും ഈ 3 സ്റ്റേജ് കടന്നിട്ടാണ്, അതായത് മെറ്റാഫിസിക്കൽ സ്റ്റേജും തിയോളജിക്കൽ സ്റ്റേജ്, അതിനുശേഷം മെറ്റാഫിസിക്കൽ സ്റ്റേജ്, അത് കഴിഞ്ഞിട്ട് സയന്റിഫിക് സ്റ്റേജിലേക്ക് എത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇനി Durkheim held that society was sui generis and could be subjected to scientific investigation and could not be simply reduced to the individual composing it. അപ്പൊ ഡർക്കിമിന്റെ അഭിപ്രായത്തിൽ സൊസൈറ്റി വാസ് sui generis. sui generis എന്ന് പറഞ്ഞാൽ സ്വയം ഉണ്ടായിട്ടുള്ളതാണ്, ആരും ഉണ്ടാക്കിയതല്ല, സ്വയം ഉണ്ടായിട്ടുള്ള ഒന്നാണ് സൊസൈറ്റി. ആൻഡ് കുഡ് ബി സബ്ജക്റ്റഡ് ടു സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ. പക്ഷെ അതിനകത്ത് സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ അതിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും നടത്താൻ പറ്റും. ആൻഡ് കുഡ് നോട്ട് ബി സിംപ്ലി റെഡ്യൂസ്ഡ് ഇൻഡിവിജ്വൽ കമ്പോസിങ് ഇറ്റ്. വെറുതെ വ്യക്തികൾ മാത്രം കൊണ്ട് തീർന്നതാണ് സൊസൈറ്റി എന്ന് പറയാൻ പറ്റില്ല. അതിൽ മറ്റു പല വസ്തുതകളും അതിൽ അടങ്ങിയിട്ടുണ്ട്. ഓർ ഇൻഡിവിജ്വൽ ആക്ട്സ് മാത്രമല്ല, അല്ലെങ്കിൽ അത് വ്യക്തികളുടെ ആക്ട്സ് മാത്രമല്ല, വ്യക്തികൾ ചേർന്ന് സമൂഹമായിട്ട് അങ്ങനെയാണ് സൊസൈറ്റി രൂപാന്തരപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ഡർക്കിം ഹാസ് critiqued both Comte and Spencer for engaging in abstract theorizing and speculation rather than studying the society and change therein empirically. അപ്പൊ എംഫറിക്കൽ ജ്ഞാനം, അതായത് തൊട്ട് മനസ്സിലാക്കി പഠിക്കുക, അങ്ങനെയുള്ള ഒരു പഠനം സൊസൈറ്റിയെ കുറിച്ചും പ്രാപ്യമാണെന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു ഡർക്കിം. ഡർക്കിം വാസ് വർക്കിംഗ് ടവേഴ്സ് എസ്റ്റാബ്ലിഷിംഗ് ദ സ്റ്റാറ്റസ് ഓഫ് സോഷ്യോളജി ആസ് എ സയന്റിഫിക് ഡിസിപ്ലിൻ സെപ്പറേറ്റ് ഫ്രം ആൻഡ് നോട്ട് സബ്സ്യൂഡ് ബൈ ഫിലോസഫി. അപ്പൊ ഫിലോസഫിയിൽ അടങ്ങി ഇരുന്ന് പഠിക്കുകയില്ല, ഫിലോസഫിയിൽ നിന്ന് മാറ്റി എടുത്തിട്ട് ഒരു പ്രത്യേക വിഷയമായിട്ട് സോഷ്യോളജിനെ പഠിക്കാൻ തുടങ്ങി. ഡർക്കിം along with his nephew Marcel Mauss adopted the comparative method to study societies. അപ്പൊ സൊസൈറ്റീനെ ഈ സയന്റിഫിക് സ്റ്റഡിയിൽ കൂടി കൊണ്ടുവരാൻ പറ്റും, സയന്റിഫിക് സ്റ്റഡി നടത്താൻ പറ്റുമെന്ന് പറഞ്ഞ്, അപ്പൊ അതിന് അദ്ദേഹം ഉപയോഗിച്ച മെത്തേഡാണ് കമ്പാരിറ്റീവ് മെത്തേഡ്. ഇനി അടുത്തത് ഫങ്ഷണലിസം. അപ്പൊ എമിൽ ഡർക്കിം ഒരു ഫങ്ഷണലിസ്റ്റ് ആണ്. ഇനി ഫങ്ഷണലിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം നമുക്ക്. ഡർക്കിം ഇൻകോർപ്പറേറ്റഡ് കോംസ് ആൻഡ് സ്പെൻസേഴ്സ് ഓർഗാനിക് അനാലജി ഇൻ ദ സ്റ്റഡി ഓഫ് സൊസൈറ്റി. അപ്പൊ ഡർക്കിം ഇവിടെ ഉപയോഗിച്ചിരുന്നത് കോംറ്റിന്റെയും സ്പെൻസറിന്റെയൊക്കെ ആ ഓർഗാനിക് അനാലജി എന്നുള്ള ആ സ്റ്റഡി, അതിവിടെ ഉപയോഗിച്ച് അക്കോർഡിംഗ് ടു ദ ഓർഗാനിക് വ്യൂ ഓഫ് സൊസൈറ്റി. അപ്പൊ ഈ ഓർഗാനിക് വ്യൂ ഓഫ് സൊസൈറ്റി അനുസരിച്ച് സൊസൈറ്റി വാസ് അനാലോഗസ് ടു ആൻ ഓർഗനിസം. ഒരു ഓർഗനിസത്തെ പോലെയാണ്, ഒരു ജീവിയെ പോലെയാണ് സൊസൈറ്റി, ഒരു ഓർഗനിസം പോലെയാണ് സൊസൈറ്റി ഇരിക്കുന്നതെന്നാണ് ഓർഗാനിക് അനാലജിയിൽ പറഞ്ഞിരിക്കുന്നത്. ദ വേരിയസ് പാർട്സ് ഓഫ് സൊസൈറ്റി ആർ ഇന്റർ റിലേറ്റഡ് ആൻഡ് വർക്ക് ടുഗെദർ ടു മെയിൻറ്റെയിൻ എ സ്റ്റേബിൾ ഹോൾ. അപ്പൊ വേരിയസ് പാർട്സ് ഓഫ് ദ സൊസൈറ്റി, സൊസൈറ്റിയുടെ ആ പല ഭാഗങ്ങൾ, വേരിയസ് പാർട്സ് ഓഫ് സൊസൈറ്റി ആർ ഇന്റർ റിലേറ്റഡ്. ഓരോ പാർട്സും ഇന്റർ റിലേറ്റഡ് ആണ്, പരസ്പരം ഇന്റർ റിലേറ്റഡ് ആണ്. ആൻഡ് വർക്ക് ടുഗെദർ, അത് ഒന്നിച്ച് വർക്ക് ചെയ്യണം. മെയിൻറ്റെയിൻ എ സ്റ്റേബിൾ ഹോൾ. അപ്പോൾ ഒരു സ്റ്റേബിൾ ഹോളായിട്ട് സൊസൈറ്റീനെ കീപ്പപ്പ് ചെയ്യാനായിട്ട് അതിലുള്ള
ഭാഗങ്ങളെല്ലാം പാർട്സ് എല്ലാം ഇന്റർ റിലേറ്റഡ് ആൻഡ് വർക്കിംഗ് ടുഗെദർ ആണ്. അതായത് നമ്മളുടെ ശരീരം പോലെ നമ്മൾ മനുഷ്യൻ എന്ന് പറഞ്ഞ ആ ശരീരത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗനിസം അതിലെല്ലാം എല്ലാ അവയവങ്ങളും എല്ലാ സിസ്റ്റങ്ങളും ശരിയായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ അത് ഫുള്ളായിട്ട് ശരിക്കായിട്ട് ഒരു ഹോളായിട്ട് ശരീരത്തിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു പാർട്സിന് എന്തെങ്കിലും ഒരു കേടുപാട് വന്നാൽ ഫുൾ സിസ്റ്റത്തെ അത് ബാധിക്കും. അത് തന്നെയാണ് ഈ സൊസൈറ്റീനെ കുറിച്ച് പറഞ്ഞാലും സൊസൈറ്റിയിൽ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതുപോലെ പല പല കാര്യങ്ങളുണ്ട്. എല്ലാം പരസ്പരം ഇന്റർ റിലേറ്റഡ് ആണ്. അത് എല്ലാം കൂടി ചേർന്നിട്ട് ഒരു റിതമിക് ട്യൂണിൽ മുന്നോട്ട് പോകുമ്പോഴാണ് സൊസൈറ്റി കൃത്യമായിട്ട് മുന്നോട്ട് അതൊരു സ്റ്റേബിൾ ഹോളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ദ ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ സം ഓഫ് ഇറ്റ്സ് പാർട്സ്. ഇനി ഹോൾ എന്ന് പറയുന്ന സൊസൈറ്റി ഈസ് ഗ്രേറ്റർ ദാൻ, അതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ സം ഓഫ് ഇറ്റ്സ് പാർട്സ്. അതിൻ്റെ ഓരോ പാർട്സ് എല്ലാം കൂടി ചേരുന്നതല്ല സൊസൈറ്റി എന്ന് പറയുന്നത്. അതിനേക്കാളും ഒക്കെ കുറെ കൂടി മുകളിലുള്ള, അതിനേക്കാളും കുറെ കൂടി മെച്ചപ്പെട്ട ഒന്നാണ് സൊസൈറ്റി എന്ന് പറഞ്ഞത്. ഹോൾ ഈസ് greater than the sum of its parts and cannot be reduced to its individual parts. അപ്പൊ അതിന്റെ വെറുതെ ഇൻഡിവിജ്വൽ പാർട്സ് എടുത്ത് വിഭജിച്ചിട്ട് ഇതെല്ലാം ചേർന്നതാണ് സൊസൈറ്റി എന്ന് പറയാൻ പറ്റില്ല. അതെല്ലാം ചേർന്നതാണ്, പക്ഷെ അതിനേക്കാൾ ഉപരി അതിൽ വേറെ എന്തൊക്കെയോ കൂടി ചേർന്നിട്ടുള്ളതാണ് ഹോൾ. ദാറ്റ് ഈസ് ദ ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ സം ഓഫ് ഇറ്റ്സ് പാർട്സ് ആൻഡ് cannot be reduced to its individual parts. The heart of the lungs, for instance, do not have a life of their own. ഇപ്പം നമ്മളുടെ ഹാർട്ട് അല്ലെങ്കിൽ ലങ്സ് എന്തിനെങ്കിലും അതിന് പ്രത്യേകമായിട്ട് സ്വന്തമായിട്ടൊരു ജീവിതമില്ല. അത് നമ്മുടെ ശരീരത്തിൽ എല്ലാം കൂടി ചേർന്ന് അവയവങ്ങളെല്ലാം ഒത്തൊരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് അതിന് മഹത്വം വരുന്നത്. ദീസ് ഓർഗൻസ് വർക്ക് ടുഗെദർ ടു മെയിൻറ്റെയിൻ ദ ഹോൾ. അപ്പൊ മനുഷ്യ ശരീരത്തിലുള്ള ഓരോ ഓർഗൻസും ആ ഹോളിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒന്നിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് സൊസൈറ്റിയിലും എല്ലാ പാർട്സും ഒന്നിച്ച് ചേർന്ന് നല്ല കോപ്പറേറ്റീവ് ആയിട്ട് ഒരു റിതമിക് രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ആ ഫുൾ ഹോൾ എപ്പോഴും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണത്. ദീസ് ഓർഗൻസ് വർക്ക് ടുഗെദർ ടു മെയിൻറ്റെയിൻ ദ ഹോൾ ആൻഡ് വെൻ സീൻ ഓൺ ദെയർ ഓൺ ദേ ആർ ലൈഫ്ലെസ്. ഇനി ഓരോരുത്തരും അവരവരുടെ കാര്യം, ഇപ്പൊ നമ്മളുടെ കൈ മാത്രം നീണ്ടു വളർന്ന് കുറെ അങ്ങോട്ട് ഒരു കൈ നീണ്ടിട്ട് ഞാൻ എൻ്റെ കാര്യം നോക്കാന്ന് പറഞ്ഞാൽ മനുഷ്യരൂപം തന്നെ വൃത്തികേടായി പോകും. അതുപോലെ മൂക്ക് മാത്രം വളരുക, ആ ഒരു അവസ്ഥ ചിന്തിച്ചു നോക്കുക. അപ്പൊ അതൊന്നും പറ്റില്ല. ഓരോരുത്തർക്കും ആ ഒരു രീതിയുണ്ട്, ആ രീതിയിൽ നിന്നുകൊണ്ട് വേണം, ഒരു നിയമത്തിൽ നിന്നുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. ദീസ് ഓർഗൻസ് വർക്ക് ടുഗെദർ ടു മെയിൻറ്റെയിൻ ദ ഹോൾ ആൻഡ് വെൻ seen on their own they are lifeless. Likewise, social phenomena cannot be explained through individual phenomena. അപ്പൊ ഇതുപോലെ തന്നെയാണ് ഇപ്പൊ സൊസൈറ്റിയിൽ മനുഷ്യരാണുള്ളത്, മനുഷ്യർ ചേർന്നതാണ് സൊസൈറ്റി എന്ന് പറഞ്ഞാലും സോഷ്യൽ ഫിനോമിന കനോട്ട് ബി എക്സ്പ്ലെയിൻഡ് ത്രൂ ഇൻഡിവിജ്വൽ ഫിനോമിന. ഇൻഡിവിജ്വൽ ഫിനോമിനയിൽ കൂടി, വ്യക്തികളിൽ കൂടിയല്ല സോഷ്യൽ ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, അത് വേറെ ആയിട്ട് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അതാണ് അപ്പോൾ അവിടെ പഠിക്കേണ്ടത് നമ്മൾ സോഷ്യൽ ഫാക്ട്സ് ആണ്. അപ്പോൾ ഈ സൊസൈറ്റിയിൽ നമ്മൾ പഠിക്കുന്ന തിങ്സ്, അപ്പോൾ ഈ സോഷ്യൽ ഫാക്ട്സിനെ തിങ്സ് ആയിട്ട് കൺസിഡർ ചെയ്യണമെന്നാണ് ഡർക്കിൻ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ആ സോഷ്യൽ ഫാക്ട്സിനെ പഠിക്കുക എന്നുള്ളതാണ് സൊസൈറ്റിയെ പഠിക്കുക എന്ന് വെച്ചാൽ അർത്ഥമാണ്. അല്ലാതെ ഒരു വ്യക്തിയെ പഠിച്ചാൽ അത് സൊസൈറ്റിയെ പഠിക്കുന്നതിന് തുല്യം ആവുന്നില്ല. Social integration is possible as all parts of society function to maintain the social whole. In simple societies, the beliefs and sentiments have greater constraining force, and all individuals involved in similar tasks work together to maintain the social whole. അപ്പോൾ സിമ്പിൾ സൊസൈറ്റി, അതായത് പ്രാരംഭ കാലഘട്ടത്തിൽ ഉണ്ടായ സൊസൈറ്റി, അത് പുരോഗമിച്ചിട്ടില്ലാത്ത സൊസൈറ്റി, ഗോത്ര സമൂഹം, അതുപോലെയുള്ള സെഗ്മെന്റൽ സൊസൈറ്റീസ് ആയിരുന്നു. അപ്പൊ അവിടെയാണെങ്കിൽ ഇൻഡിവിജ്വൽസ് അത്ര അങ്ങോട്ട് പുരോഗമിച്ചിട്ടില്ലായിരുന്നു. ആ സമയത്ത് സൊസൈറ്റീസ്, ദ ബിലീഫ്സ് ആൻഡ് സെന്റിമെന്റ്സ് ഹാവ് ഗ്രേറ്റർ കൺസ്ട്രെയിനിങ് ഫോഴ്സ്. അപ്പൊ അവർക്ക് അവിടെ തന്നെ ചില വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ടായി, അത് അവരെ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്നു. ആൻഡ് ഓൾ ഇൻഡിവിജ്വൽസ് ഇൻവോൾവ് ഇൻ സിമിലർ ടാസ്ക്. അതുപോലെ അന്ന് കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളെങ്കിലും അവർ ഒന്നിച്ചാണ് ഒരു ഗോത്രമായിട്ട് അല്ലെങ്കിൽ ഒരു സെഗ്മെന്റിൽ ഒന്നിച്ച് താമസിക്കുക ഒരു സ്ഥലത്ത്. അപ്പൊ അവരുടെ ജീവിത രീതികൾ ഏറെക്കുറെ ആധുനിക മനുഷ്യന്റെ ജീവിത രീതികളൊക്കെ ഏറെക്കുറെ ഒരേപോലെയായിരുന്നു. അപ്പൊ അവരൊരു
അവർ ഒന്നിച്ചു ചേർന്ന് ഒരു സോഷ്യൽ ഹോളായിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഈ സിമ്പിൾ സൊസൈറ്റീസ് ഹോമോജീനിയസ്. ഇനി വേറൊരു രീതി പറയുകയാണെങ്കിൽ ഈ സിമ്പിൾ സൊസൈറ്റി, അതായത് പ്രാരംഭ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പുരാതന സൊസൈറ്റി, അത് ഹോമോജീനിയസ് ആണ്, എല്ലാവരും ഒരേപോലെയാണ് ഏതാണ്ട്. ആൻഡ് ഇൻഡിവിജ്വൽസ് ആർ നോട്ട് ഡിപ്പെൻഡന്റ് ഓൺ വൺ അനദർ ആസ് എവരി വൺ ഈസ് ഇൻവോൾവ് ഇൻ സിമിലർ ടാസ്ക്. അപ്പൊ എല്ലാവരും ഒരേപോലെ ജീവിക്കണം, ഒരേപോലെ വസ്ത്രധാരണ രീതി, ഒരേപോലെ ഭക്ഷണ രീതി. അപ്പൊ അങ്ങനെ എല്ലാം അധികം വ്യത്യസ്തങ്ങളല്ലാത്ത രീതിയിലാണ് അവർ ഒന്നിച്ചു പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരു ഹോമോജീനിയസ് ലൈഫാണ് ഉണ്ടായത്. അപ്പൊ എല്ലാവരും ഒരേപോലെയുള്ള ടാസ്കുകൾ ചെയ്യണം. അപ്പൊ അങ്ങനെ വിഭിന്നതയില്ല, അവിടെയൊക്കെ കൂടുതൽ സാമ്യതയാണ് ഉള്ളത്. ആസ് ദ പോപ്പുലേഷൻ ഗ്രോസ് സൊസൈറ്റി ബിക്കം മോർ കോംപ്ലക്സ് ആൻഡ് ടാസ്ക് ഡിഫറൻഷിയേറ്റഡ്. പക്ഷേ പോപ്പുലേഷൻ വളർന്ന് സൊസൈറ്റി കൂടുതൽ പുരോഗമിച്ച് വന്നപ്പോൾ സൊസൈറ്റി, മോഡേൺ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബിക്കം എ കോംപ്ലക്സ് സൊസൈറ്റി. അതൊരു കോംപ്ലക്സ് സൊസൈറ്റിയായി. ആൻഡ് ടാസ്ക് ആർ ഡിഫറൻഷിയേറ്റഡ്. ഓരോ ആളുകൾക്കും, നേരത്തെ എല്ലാവരും കൂടി ചേർന്ന് ഒരേ ജോലികൾ ഒരേപോലെ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇവിടെ പല വ്യത്യസ്ത തൊഴിൽ രൂപീകൃതപ്പെട്ട് എല്ലാവരും വെവ്വേറെ ജോലികൾ ചെയ്യുക, വേറെ രീതിയിൽ ചിന്തിക്കുക, വേറെ രീതിയിൽ താമസിക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു വ്യത്യസ്തത അനുഭവപ്പെട്ട്. അപ്പൊ ആധുനിക ലോകത്തിലുള്ള ഐക്യത എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലുള്ള സാമ്യത്തിലല്ല, വിഭിന്നതയിലുള്ള ഐക്യതയാണ് ആധുനിക ലോകത്തിലുള്ളത്. ആസ് ദ പോപ്പുലേഷൻ ഗ്രോസ് സൊസൈറ്റി ബിക്കംസ് മോർ കോംപ്ലക്സ് ആൻഡ് ടാസ്ക് ആർ ഡിഫറൻഷിയേറ്റഡ്. അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് സ്പെഷ്യലൈസേഷൻ ഓഫ് ടാസ്ക് എൻറ്റെയിൽ ദ ഇൻഡിവിജ്വൽസ് ആർ ഡിപ്പെൻഡന്റ് അപ്പോൺ വൺ അനദർ. അപ്പൊ ഇവിടെ ഡിവിഷൻ ഓഫ് ലേബർ വർദ്ധിച്ച് ജോലിയെല്ലാം വിഭജിക്കപ്പെട്ടു. ഓരോരുത്തർക്കും പല കൂട്ടർക്ക് പല ജോലികൾ. എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, കർഷകരുണ്ട്, അങ്ങനെ വിഭിന്ന തരക്കാര്, എല്ലാ തരം ജോലികളിലും വിഭിന്നരായിട്ടുള്ള ആളുകൾ വന്ന് അപ്പൊ അവിടെ എല്ലാം ജോലിയെല്ലാം സ്പെഷ്യലൈസേഷൻ ആയിരുന്നു ആയി മാറി. ഇപ്പൊ ഒരു ബാങ്കിൽ തന്നെ കുറെ 20 ജോലിക്കാരുണ്ടെങ്കിൽ 20 പേരും ഒരേ ജോലികളല്ല ചെയ്യുന്നത്, എല്ലാവരും വിഭിന്നമായിട്ടുള്ള ജോലികളാണ്. അതുപോലെ ഒരു ഡോക്ടർക്കാണെങ്കിൽ അയാൾക്ക് ഭക്ഷണത്തിന് കൃഷിക്കാരെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു, കർഷകനാണെങ്കിൽ തൻ്റെ ചികിത്സക്ക് ഡോക്ടറെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ എല്ലാവരും വേറെ ആണെങ്കിലും അവരെല്ലാം പരസ്പരം ആശ്രയിക്കേണ്ട ഒരു രീതി വന്ന്. അപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ഈ വിഭിന്നത ആളുകളെ കൂടുതൽ യോജിപ്പിക്കാൻ തുടങ്ങി, സഹകരിക്കണമെന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് വന്നു. അപ്പൊ ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് സ്പെഷ്യലൈസേഷൻ ഓഫ് ടാസ്ക് എൻറ്റെയിൽസ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ആർ ഡിപ്പെൻഡന്റ് അപ്പോൺ വൺ അനദർ, whereas Herbert Spencer typified societies as സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട്. ഹെർബർട്ട് സ്പെൻസർ സൊസൈറ്റിനെ സിമ്പിൾ അല്ലെങ്കിൽ കോമ്പൗണ്ട് സൊസൈറ്റി, അങ്ങനെയാണ് പ്രാരംഭകാല സൊസൈറ്റീനെ ആധുനിക സൊസൈറ്റീനെ വിഭജിച്ചിരുന്നതെങ്കിൽ എമിൽ ഡർക്കിൻ ടൈപ്പിഫൈഡ് സൊസൈറ്റീസ് ഓൺ ദ ബേസിസ് ഓഫ് മെക്കാനിക്കൽ ആൻഡ് ഓർഗാനിക് സോളിഡാരിറ്റി. എമിൽ ഡർക്കിൻ സൊസൈറ്റീനെ വിഭജിച്ചത് 2 തരത്തിലാണ്. ഒന്ന് മെക്കാനിക്കൽ സോളിഡാരിറ്റി, മറ്റത് ഓർഗാനിക് സോളിഡാരിറ്റി. ഇപ്പൊ എമിൽ ഡർക്കിം സൊസൈറ്റീനെ 2 രീതിയിലാണ് കണ്ടത്. ഒന്ന് മെക്കാനിക്കൽ സോളിഡാരിറ്റി, മറ്റത് ഓർഗാനിക് സോളിഡാരിറ്റി. അപ്പൊ മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്ന് പറഞ്ഞാൽ പുരാതന കാലത്തുണ്ടായിരുന്ന ആ സോളിഡാരിറ്റി സാമ്യതയിൽ നിന്നുണ്ടായതാണ്. എല്ലാവരും ഒരേപോലെ. ഇപ്പൊ ഏതെങ്കിലും ട്രൈബ്സ് അല്ലെങ്കിൽ ഗോത്രവർഗങ്ങളെയൊക്കെ എടുത്താൽ അവിടെ ഒരേ രീതിയിലാണ് ആളുകൾ ഭക്ഷണ രീതി, വസ്ത്ര രീതി, വേട്ടയാടൽ രീതി, ജീവിത രീതി ഒക്കെ ഏതാണ്ട് ഒരേപോലെയാണ്. അപ്പൊ അവർക്ക് അവരുടെ ഒത്തൊരുമ എന്ന് പറഞ്ഞാൽ സാമ്യതയിൽ നിന്നുള്ള ഒരേപോലെയുള്ള കാര്യങ്ങളിൽ നിന്നുണ്ടായിരുന്ന ഐക്യതയാണ്. അതിന് മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്ന് പേര് കൊടുത്ത്. ഇനി ആധുനിക ലോകത്ത് അവിടെ ജോലികളെല്ലാം വേറെ ഓരോരുത്തരും ചെയ്യാൻ തുടങ്ങി, എല്ലാത്തിനും സ്പെഷ്യലൈസേഷൻ വന്ന്. പക്ഷെ എല്ലാവർക്കും ഒറ്റപ്പെട്ട് വേറെ ജീവിക്കാനും പറ്റൂല. എന്നാലും ജീവിക്കണമെന്നുണ്ടെങ്കിൽ പരസ്പരം ആശ്രയിക്കുകയും വേണം. അങ്ങനെ വ്യത്യസ്തതയിൽ നിന്നുള്ള ഒരുമിക്കല്. അപ്പൊ അതിനെയാണ് അദ്ദേഹം ഓർഗാനിക് സോളിഡാരിറ്റി എന്ന് പേര് കൊടുത്തത്. അപ്പൊ പഴയ കാലത്തുണ്ടായിരുന്ന സോളിഡാരിറ്റി യാന്ത്രികമായിരുന്നെങ്കിൽ പുതിയ കാലത്തുള്ളത് ഒരു ജൈവിക ആയിട്ട് മാറി. അതായത് മെക്കാനിക്കൽ സോളിഡാരിറ്റി. ആധുനിക ലോകത്തിലുള്ളതിനെ പറയുന്നത് ഓർഗാനിക് സോളിഡാരിറ്റി. നമുക്ക്
ഡർക്കിമിന്റെ സെൻട്രൽ ഐഡിയാസ് നോക്കാം. ഫസ്റ്റ് ആണ് ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി. സൊസൈറ്റിയിൽ ഡിവിഷൻ ഓഫ് ലേബർ എങ്ങനെയുണ്ടായെന്നുള്ളത്. ഡിവിഷൻ ഓഫ് ലേബർ എക്സിസ്റ്റ് ഇൻ ഡിഫറെന്റ് സെക്ടേഴ്സ് ഓഫ് സൊസൈറ്റി ആൻഡ് ഡർക്കിം ഡിഡ് നോട്ട് ലിമിറ്റ് ഹിസ് അണ്ടർസ്റ്റാൻഡിംഗ് ടു സ്ട്രിക്ട്ലി എക്കണോമിക് എക്സ്ചേഞ്ചസ്. ഹി ഹെൽഡ് ദാറ്റ് ഡിവിഷൻ ഓഫ് ലേബർ ഈസ് എ സോഷ്യൽ ഫിനോമിന. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വെറുതെ എക്കണോമിക് എക്സ്ചേഞ്ചിൽ കൂടി മാത്രമല്ല ഈ ഡിവിഷൻ ഓഫ് ലേബർ വന്നത്. ഡിവിഷൻ ഓഫ് ലേബർ വന്നത് അതൊരു സോഷ്യൽ ഫിനോമിനയാണ്, ഒരു സാമൂഹിക പ്രതിഭാസമാണ് ഈ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ. ആൻഡ് മെറിറ്റ് സോഷ്യൽ എക്സ്പ്ലനേഷൻ. അപ്പൊ അതിനൊക്കെ ഒരു സോഷ്യൽ എക്സ്പ്ലനേഷൻ തന്നെ അത്യാവശ്യമാണ്. He held that as volume and density of population increases in a given area, there is an increase in interaction and struggle for survival. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ he held that വോളിയം ആൻഡ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, വോളിയം ഡെൻസിറ്റി പോപ്പുലേഷന്റെ വർദ്ധിച്ചപ്പോൾ ഇൻ എ ഗിവൺ ഏരിയ, ഒരു പ്രധാനപ്പെട്ട ഭാഗത്ത് ഏതെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട് അവിടെ വോളിയവും പോപ്പുലേഷനും വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇസ് എൻ ഇൻക്രീസ് ഇൻ ഇന്ററാക്ഷൻ. അപ്പൊ അവരുടെ ഇന്ററാക്ഷനിലും ഇൻക്രീസ് വരുന്നുണ്ട്. ആൻഡ് സ്ട്രഗിൾ ഫോർ സർവൈവൽ, നിലനിൽപ്പിനുള്ള സ്ട്രഗിളും കൂടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ അനുസരിച്ച് പരസ്പരാശ്രയങ്ങൾ, ഇന്ററാക്ഷൻ കൂടി വരികയാണ്. സോഷ്യൽ ഡിഫറൻസിയേഷൻ ഈസ് പ്രാക്ടീസ്ഡ് ഇൻ മോഡേൺ സൊസൈറ്റീസ് ടു ഓവർകം ദിസ് സ്ട്രഗിൾ ഫോർ സർവൈവൽ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്. അപ്പൊ ഇൻഡിവിജ്വൽസിന്റെ ഈ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഈ അറ്റാച്ച്മെന്റ്, ഈ കോർപ്പറേഷൻ, അതാണ് ഈ ഡിവിഷൻ ഓഫ് ലേബറിന് സഹായിച്ചത്. ദ ഇൻഡിവിജ്വൽസ് ആർ മോർ ഡിപ്പെൻഡന്റ് ഓൺ വൺ അനദർ ഫോർ സ്പെഷ്യലൈസ്ഡ് ഫങ്ഷൻസ്. അപ്പൊ ഇൻഡിവിജ്വൽസ്, ആധുനിക ലോകത്തിൽ ഒരാൾക്കും മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റില്ല. എല്ലാവരും അവരവരുടെ തൊഴിൽ നോക്കുന്നുണ്ട്, ജീവിക്കാനുള്ള വഴികളും പൈസ എല്ലാം സമ്പാദിക്കുന്നുണ്ടെങ്കിലും ആ പൈസ മാത്രം കൊണ്ട് അവന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പരസ്പരം ആശ്രയിച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ദ ഇൻഡിവിജ്വൽസ് ആർ മോർ ഡിപ്പെൻഡന്റ് ഓൺ one another for specialized functions, and this leads to social cohesion and increase in individual autonomy. In modern societies, there is an increase of individualism, but there is also a need to maintain social solidarity. അപ്പോൾ മോഡേൺ സൊസൈറ്റീനെ നോക്കിയാണെങ്കിൽ there is an increase of individualism. അവിടെ ഇൻഡിവിജ്വലിസത്തിന്, വ്യക്തി താല്പര്യങ്ങൾക്ക് കുറച്ച് വർധനവ് വന്നിട്ടുണ്ട്. ബട്ട് ദർ ഈസ് ഓൾസോ എ നീഡ് ടു മെയിൻറ്റെയിൻ സോഷ്യൽ സോളിഡാരിറ്റി. അതിൻ്റെ ഒപ്പം തന്നെ സോഷ്യൽ സോളിഡാരിറ്റി, സാമൂഹിക ഐക്യത, സോഷ്യൽ സോളിഡാരിറ്റിയും വർദ്ധിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് വന്ന്. അപ്പോൾ ഈ ഇൻഡിവിജ്വലിസം മാത്രമല്ല അവിടെ, അതിനൊപ്പം തന്നെ സോഷ്യൽ സോളിഡാരിറ്റി വർദ്ധിച്ച്. In his writings, Durkheim explained how individuals related to one another and to society by the social bonds. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി എന്നുള്ള ബുക്കിൽ കൂടി അദ്ദേഹം കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഈ കാര്യങ്ങളിലാണ്. ഇങ്ങനെ ഇൻഡിവിജ്വൽസ് കൂടുതൽ പുരോഗമിച്ചപ്പോൾ അവിടെ സോഷ്യൽ സോളിഡാരിറ്റിയുടെ വർധനവ് എങ്ങനെയാണ് വന്നതെന്ന്. ഹി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ റൂസോസ് തിങ്കിങ് ദാറ്റ് സോഷ്യൽ സോളിഡാരിറ്റി ഈസ് നൈദർ dependent on politics or nor economy. Durkheim held that solidarity can be expressed in two distinct ways. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ രണ്ട് രീതിയിലാണ് ഈ സോഷ്യൽ സോളിഡാരിറ്റി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഒന്ന് മെക്കാനിക്കൽ, ദ അതർ വൺ ഈസ് ഓർഗാനിക്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് തരം സോളിഡാരിറ്റിയാണ് ഇവിടെ വർദ്ധിച്ചത്. ഒന്ന് മെക്കാനിക്കൽ സോളിഡാരിറ്റി, ദ അതർ വൺ ഈസ് ഓർഗാനിക് സോളിഡാരിറ്റി. ഇൻ സ്മോൾ സൊസൈറ്റീസ് with mechanical solidarity, individual autonomy is lowest and society is characterized by likeness or beliefs. അപ്പോൾ പുരാതന സൊസൈറ്റിയിലെ പഴയ കാലഘട്ടങ്ങളിൽ ഇൻ സ്മോൾ സൊസൈറ്റീസ് വിത്ത് മെക്കാനിക്കൽ സോളിഡാരിറ്റി, അവിടെ മെക്കാനിക്കൽ സോളിഡാരിറ്റിയാണ്, യാന്ത്രിക ഐക്യമാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും ഒരേപോലെ ചിന്തിക്കണം, ഒരേപോലെ ജീവിക്കണം. അപ്പോൾ എല്ലാത്തിലും ഒരു ലൈക്നെസ് ഉണ്ട്, ഒരു ഒരുമയുണ്ട്, ആ സാമ്യത. അതുകൊണ്ടാണ് അവിടെ മെക്കാനിക്കൽ സോളിഡാരിറ്റി ഫോം ചെയ്തത്. ദർ ഈസ് നോ സ്പെഷ്യലൈസേഷൻ ഓഫ് ടാസ്ക്. അവിടെ ജോലികൾക്ക് ഒരു സ്പെഷ്യലൈസേഷനും ഇല്ല, എല്ലാം ഒരേപോലെ കാര്യങ്ങൾ പോകണം. ആൻഡ് വെരി ലിറ്റിൽ ഡിവിഷൻ ഓഫ് ലേബർ, വളരെ അപൂർവമായിട്ട് മാത്രം ഡിവിഷൻ ഓഫ് ലേബറും അവിടെ ഉള്ളു.
കളക്റ്റീവ് കോൺഷ്യസ്നെസ് പെർവേഡ്സ് എമംഗ്സ് ഓൾ ഇൻഡിവിജ്വൽസ് ഇൻ ദ ഗ്രൂപ്പ്. അപ്പോൾ അവരുടെ ഇടയിൽ ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ്, എല്ലാവരും ഒന്നാണെന്നുള്ള ഒരു ബോധം, ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ് ആണ് ആ ഗ്രൂപ്പിന്റെ ഉള്ളിലുള്ളത്. ദ ലിങ്ക്സ് ബോണ്ടിങ് ദ ഇൻഡിവിജ്വൽ ടു ദ സോഷ്യൽ ഹോൾ ഈസ് ഇന്റൻസ് ആൻഡ് ദർ ഈസ് പെർഫെക്റ്റ് സോഷ്യൽ ഇന്റഗ്രേഷൻ. അപ്പൊ അവരിൽ ഈ കളക്റ്റീവ് കോൺഷ്യസ്നെസ് വളരെ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സോഷ്യൽ ഇന്റഗ്രേഷനും അവരുടെ ഇടയ്ക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ഇൻ സച്ച് എ സൊസൈറ്റി ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് റിലീജിയൻ ഈസ് ഡൊമിനന്റ് ആൻഡ് ആൻ ഇൻഡിവിജ്വൽസ് പ്ലേസ് ഇൻ സൊസൈറ്റി ഈസ് ഡിറ്റർമിൻഡ് ബൈ കിൻഷിപ്പ്. ഇൻ സച്ച് എ സൊസൈറ്റി, അപ്പൊ ഇതുപോലെയുള്ള ആ പ്രാരംഭ കാലഘട്ടത്തിലുള്ള സൊസൈറ്റികൾ, അവിടെയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് റിലീജിയന് വളരെ വലിയൊരു സ്ഥാനം തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ കിൻഷിപ്പിനും ആ സൊസൈറ്റിയിൽ സ്ഥാനമുണ്ട്. കുലാധിപതി അല്ലെങ്കിൽ ആ കിൻഷിപ്പിലെ ഏറ്റവും തലമുറത്തെ കാരണവര് അവരെ അനുസരിക്കുക, അവര് പറയുന്നത് അനുസരിച്ച് പോവുക. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റമാണ് പഴയ കാലഘട്ടത്തിൽ നിന്നിരുന്നത്. ദർ ഈസ് എ സിസ്റ്റം ഓഫ് പീനൽ ലോ വിച്ച് പണിഷസ് ക്രൈം വയലന്റ്ലി സോ ആസ് ടു റിഫം ദ കോഡ്സ് കോർ ബിലീവ്സ് ആൻഡ് വാല്യൂസ്. അപ്പൊ അന്ന് ദിസ് ലോ ഈസ് റെപ്രസീവ് ആൻഡ് സിവിയർലി പണിഷസ് ദ ഒഫൻസ്. അപ്പൊ ആ കാലഘട്ടങ്ങളിലും ഇടക്ക് ക്രൈം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ സിവിയർ ആയിട്ടുള്ള പണിഷ്മെന്റ് ആണ് കൊടുത്തിരുന്നത്. ചിലപ്പോൾ കൊന്നു തന്നെ കളയുക, അല്ലെങ്കിൽ അവിടെ നിന്ന് അയാളെ ആ സ്ഥലത്ത് തന്നെ ഓടിച്ച് കളയുക. അങ്ങനെ വളരെ ക്രൂരമായിട്ടുള്ള പണിഷ്മെന്റുകളുമാണ് അന്ന് നൽകിയിരുന്നത്. ഓൺ ദ അതർ ഹാൻഡ് ഇൻ സൊസൈറ്റീസ് വിത്ത് ഓർഗാനിക് സോളിഡാരിറ്റി, അപ്പൊ മെക്കാനിക്കൽ സോളിഡാരിറ്റിയിൽ ഒരേപോലെയാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിരുന്നത്. പക്ഷെ അവിടെ പണിഷ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരാള് കുറ്റകൃത്യം ചെയ്താൽ അതിൽ പണിഷ്മെന്റും വളരെ ക്രൂരായിട്ടുള്ളത് തന്നെയായിരുന്നു. പക്ഷെ അതിനൊക്കെ വിപരീതമായിട്ടാണ് ഇൻ സൊസൈറ്റീസ് വിത്ത് ഓർഗാനിക് സോളിഡാരിറ്റി, ആധുനിക കാലഘട്ടത്തിൽ ഓർഗാനിക് സോളിഡാരിറ്റി ഉണ്ടായിരുന്നത്. ദർ ഈസ് ഗ്രേറ്റർ ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് ഇൻഡിവിജ്വൽസ് ആർ ഡിപ്പെൻഡന്റ് ഓൺ വൺ അനദർ ഫോർ സ്പെഷ്യലൈസ്ഡ് ടാസ്ക് റാദർ ദാൻ ഓൺ സൊസൈറ്റി ആസ് എ ഹോൾ. അപ്പൊ എല്ലാവർക്കും സ്പെഷ്യലൈസ്ഡ് ടാസ്ക് ഉണ്ടായതുകൊണ്ട് ഓരോരുത്തരും ഇൻഡിവിജ്വൽസിന് ഓരോരുത്തർക്കും കഴിവുകൾ കൂടുതൽ ഉണ്ടായിരുന്നു. എന്നാൽ തന്നെ അവർ പരസ്പരം, ഒറ്റക്കാർക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല, പരസ്പരം സഹകരിച്ചേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ അവർക്ക് ഒരു ഓർഗാനിക് സോളിഡാരിറ്റിയാണ് അവിടെ നിലനിന്നിരുന്നത്. സച്ച് സൊസൈറ്റീസ് ആർ ഡെൻസ് ആൻഡ് കവർ എ ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയ. അപ്പൊ ദ പൊളിറ്റിക്കൽ, ലീഗൽ ആൻഡ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആർ മോർ സ്പെഷ്യലൈസ്ഡ് ആൻഡ് ദ ഫോഴ്സ് ഓഫ് ദ കളക്റ്റീവ് കോൺഷ്യസ്നെസ് ഓവർ ദ ഇൻഡിവിജ്വൽ ഈസ് വീക്കെൻഡ്. അപ്പൊ പൊളിറ്റിക്കൽ, ലീഗൽ, എക്കണോമിക് അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കൂടുതൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് വന്നു തുടങ്ങി. ദർ ആർ ഗ്രേറ്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആൻഡ് ദ ഇന്റഗ്രേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് വെൻ ദ സോഷ്യൽ ഹോൾ ഈസ് വീക്കെൻഡ്. അപ്പൊ law is operative and aims at restoring the wrongs to their original state. അപ്പൊ ഈ കാലഘട്ടത്തിലും പ്രവണതകൾ ഉണ്ടായിരുന്നു, ശിക്ഷിക്കപ്പെടേണ്ട കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ നിയമങ്ങൾ കുറേയും കൂടി നന്നായിട്ട് പുതിയ നിയമങ്ങളൊക്കെ രൂപീകൃതപ്പെട്ട് അവിടെ കൊന്നുകളയുക അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റിക്കളയുക അങ്ങനത്തെ ഉള്ളൊരു രീതിയല്ല. ഇവിടെ എങ്ങനെ ഒരു കുറ്റവാളിയെ വീണ്ടും നന്നാക്കി കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒരു കളവ് മുതൽ എങ്ങനെ തിരിച്ചെടുക്കാം, അങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ വരാൻ തുടങ്ങി. ഇനി സോഷ്യൽ ഫാക്ട്സ്, അടുത്ത സെൻട്രൽ ഐഡിയയാണ് ഡർക്കിമിന്റെ സോഷ്യൽ ഫാക്ട്സ് എന്നുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞായിരുന്നു, ഡർക്കിംഗ് ഹെൽഡ് ദാറ്റ് ഇൻ സൊസൈറ്റി ദർ ആർ സോഷ്യൽ ഫാക്ട്സ് ദാറ്റ് എക്സസൈസ്ഡ് എ കൺസ്ട്രെയിന്റ് ഓൺ ഇൻഡിവിജ്വൽ. ഡർക്കിം പറഞ്ഞ് സൊസൈറ്റിയിൽ സോഷ്യൽ ഫാക്ട്സ് ആണ്, സൊസൈറ്റിക്ക് രൂപം കൊടുക്കുന്നത് സോഷ്യൽ ഫാക്ട്സ് ആണ്. അപ്പൊ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമ്മൾ അവിടെയുള്ള സോഷ്യൽ ഫാക്ട്സിനെയാണ് പഠിക്കാനുള്ളത്. അപ്പൊ ഈ സോഷ്യൽ ഫാക്ട്സ് ഇൻഡിവിജ്വലിന് പുറത്തുള്ളതാണ്. പക്ഷെ ഇറ്റ് എക്സർസൈസ്ഡ് എ കൺസ്ട്രെയിൻ, ഒരു നിയന്ത്രണം എപ്പോഴും ഇൻഡിവിജ്വലിന്റെ മീതെ ഈ സോഷ്യൽ ഫാക്ട്സ് ചെലുത്താറുണ്ടെന്ന്. Durkheim wrote the rules of sociological method because he wanted to develop a framework for the methodological investigation for the subject matter of sociology. He also wanted to establish the status of sociology as a science of society which was separated from psychology. അപ്പൊ ഇങ്ങനെ ഒരു വസ്തുതാ പഠനം, ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് പഠനം കൊണ്ടുവന്നാൽ മാത്രം
ഈ സബ്ജക്റ്റിനെ ഒരു സയൻസ് ആയിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം സൈക്കോളജിയിൽ നിന്നും ഒക്കെ വ്യത്യാസപ്പെടുത്തി സോഷ്യോളജിനെ സൊസൈറ്റിയുടെ ഒരു സയൻസ് ആയിട്ട് രൂപപ്പെടുത്തി. ജസ്റ്റ് ആസ് ഫിസിക്കൽ സയൻസ് ഡീൽ വിത്ത് നാച്ചുറൽ ഫാക്ട്സ്. ഇപ്പൊ ഫിസിക്കൽ സയൻസിൽ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? കൂടുതലും നാച്ചുറൽ ഫാക്ട്സിനെ കുറിച്ചാണ്. ഹി ഹെൽഡ് ദാറ്റ് സോഷ്യോളജി ആസ് എ സയന്റിഫിക് ഡിസിപ്ലിൻ. അതുപോലെ തന്നെ സോഷ്യോളജി ഒരു സയന്റിഫിക് വിഷയമാണെങ്കിൽ, സയന്റിഫിക് ഡിസിപ്ലിൻ ആയതുകൊണ്ട് ഷുഡ് ഡീൽ വിത്ത് സോഷ്യൽ ഫാക്ട്സ്. അപ്പൊ അവിടെയും ഒബ്ജക്റ്റ് തന്നെ വേണം നമുക്ക് പഠിക്കാനായിട്ട്, ഫാക്ട്സ് വേണം. നാച്ചുറൽ ഫാക്ട്സിന് എങ്ങനെ ഫിസിക്കൽ സയൻസ് പഠിക്കുന്നത് അതുപോലെ തന്നെയാണ് സോഷ്യൽ ഫാക്ട്സിന് സോഷ്യോളജിസ്റ്റ് പഠിക്കുന്നത്. അങ്ങനെ പഠിക്കുമ്പോൾ അതൊരു സയന്റിഫിക് ഡിസിപ്ലിൻ ആയിട്ട് മാറുന്നു. ആൻഡ് ദീസ് സോഷ്യൽ ഫാക്ട്സ് ആർ തിങ്സ് ഇൻ സൊസൈറ്റി. ഈ സോഷ്യൽ ഫാക്ട്സ് എന്ന് പറയുന്നത് സൊസൈറ്റിയിലുള്ള തിങ്സിനെയാണ് സോഷ്യൽ ഫാക്ട്സ് എന്ന് പറയുന്നത്. ഹി ഹെൽഡ് ദാറ്റ് ജസ്റ്റ് ആസ് നാച്ചുറൽ ഫാക്ട്സ് സോഷ്യൽ ഫാക്ട്സ് വിൽ ബി എക്സ്റ്റേണൽ. ഇപ്പൊ നാച്ചുറൽ ഫാക്ട്സ് നമ്മൾ എന്തിനെങ്കിലും കുറിച്ച് പഠിക്കുമ്പോൾ, സയൻസിൽ ഏതിനെങ്കിലും കുറിച്ച് പഠിക്കുമ്പോൾ പുറത്തുള്ള ഒരു വസ്തുവിനെയാണ് നമ്മൾ അതൊരു സോഷ്യൽ ഫാക്ട് ആണ്. ദാറ്റ് ഈസ് എൻഗേജ്ഡ് ഇൻ ദ സൊസൈറ്റി അറ്റ് ലാർജ്. സോഷ്യൽ ഫാക്ട്സ് ഹാവ് ആൻ എക്സിസ്റ്റൻസ് ഔട്ട്സൈഡ് ദ ഇൻഡിവിജ്വൽ. സോഷ്യൽ ഫാക്ട്സിന്റെ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് ഇൻഡിവിജ്വലിന് പുറത്താണ്. ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ് ആൻഡ് ഹാവ് ആൻ ഒബ്ജക്റ്റീവ് എക്സിസ്റ്റൻസ് പ്രയർ ടു ആൻ ഇൻഡിവിജ്വൽസ് ബർത്ത്. അപ്പൊ ഇൻഡിവിജ്വൽസിന്റെ ബർത്തിന് മുൻപും അത് നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പ്രാർത്ഥന എടുത്തിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥന എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഒരു ഭാഷ എടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാനെന്നുള്ള വ്യക്തി ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ആ രീതി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഒന്നിച്ചാൽ ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയല്ല. ഇപ്പൊ കുർബാന കൂടുക, അതുപോലെ നിസ്കരിക്കുക, അത് ഗ്രൂപ്പായിട്ട് ചെയ്യുക. അപ്പൊ ആ പ്രാർത്ഥനാ രീതി, ഇപ്പൊ ഞാൻ മരിച്ചു കഴിഞ്ഞാലും എൻ്റെ ആ സമുദായത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ സമുദായത്തിലുള്ള ആളുകൾ ആ രീതികൾ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പും ആ രീതി ഇവിടെ ഉണ്ടായി, ജനിച്ചപ്പോഴും ഉണ്ട്, അതിനുശേഷവും നിലനിൽക്കും. അതുപോലെ ഭാഷ എന്ന് പറഞ്ഞാൽ, ഭാഷയും ഒരു സോഷ്യൽ ഫാക്റ്റാണ്. ഇപ്പൊ ഭാഷ എന്ന് പറഞ്ഞാൽ അത് ഒരാളും ഭാഷ ഒരു ഭാഷാ പണ്ഡിതൻ ഒരു റൂമിലിരുന്ന് ഉണ്ടാക്കിയ ഒരു കാര്യമല്ല. അപ്പൊ അത് അദ്ദേഹം ഇല്ലായിരുന്നപ്പോഴും ഇവിടെ ഭാഷയുണ്ട്. അദ്ദേഹം ഇനി മരിച്ചാലും പിന്നീടും ഭാഷകൾ നിലനിൽക്കും. അപ്പൊ അങ്ങനെ ഉള്ളത് അതൊക്കെ സോഷ്യൽ ഫാക്ട്സ് ആണ്. അതുപോലെ വേ ഓഫ് തിങ്കിങ്, മോറൽസ്, അതായത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതെല്ലാം സോഷ്യൽ ഫാക്ട്സിന് എക്സാമ്പിൾസ് ആണ്. അപ്പൊ അതിനൊക്കെ therefore they have an external existence and are passed on from generation to generation. അപ്പൊ സോഷ്യൽ ഫാക്ട്സിന്റെ പ്രത്യേകത അത് എക്സ്റ്റേണൽ ആണ്, പുറത്തുള്ളതാണ്, വ്യക്തിയുടെ അകത്തല്ല നിൽക്കുന്നത്, പക്ഷെ സമൂഹത്തിലാണ്. എക്സിസ്റ്റൻസ് പ്രയർ ടു ആൻ ഇൻഡിവിജ്വൽസ് ബർത്ത്. അപ്പൊ ഇൻഡിവിജ്വലിന്റെ ബർത്തിന് മുമ്പ് തന്നെ അത് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. therefore they have an external existence and are passed on from generation to generation. ജനറേഷനിൽ നിന്ന് ജനറേഷനിലേക്ക് അതങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കും. സൊസൈറ്റി പ്രിസീഡ്സ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ഇൻഡിവിജ്വൽസ് ബോൺ ആർ സബ്ജക്ട് ടു ദ ലോസ് ഓഫ് സൊസൈറ്റി. ഡർക്കിം laid down certain rules for the observation of social facts. ഈ സോഷ്യൽ ഫാക്ട്സ് ഒബ്സർവ് ചെയ്യാൻ ചില നിയമങ്ങൾ പാലിക്കണമെന്ന് ഡർക്കിം പറഞ്ഞിട്ടുണ്ട്. ഡർക്കിം laid down certain rules for the observation of social facts. These are they should be treated as things and not ideas. അത് നമ്മൾ സാധനങ്ങളായിട്ട് തന്നെ, വസ്തുതകളായിട്ട് തന്നെ സോഷ്യൽ ഫാക്ട്സിനെ കൺസിഡർ ചെയ്യണം, അല്ലാണ്ട് ഐഡിയാസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല. ഷുഡ് ബി ഡിസ്റ്റിങ്ക്ട് ഇൻ ദംസെൽവ്സ് ആൻഡ് ഷുഡ് ഡിസ്പ്ലേ റെഗുലർ പാറ്റേൺ ഇൻ സൊസൈറ്റി. ഇനി അടുത്തത് അദ്ദേഹത്തിന്റെ ബുക്കാണ് സൂയിസൈഡ്. ഡർക്കിം വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ സ്റ്റഡി ഓഫ് സൂയിസൈഡ് ആസ് ദെയർ വാസ് എൻ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് സൂയിസൈഡ് വിത്ത് ദ കമ്മിങ് ഇൻ ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ 1850. അപ്പൊ ഈ സൂയിസൈഡും സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊരു ഇൻഡിവിജ്വൽ ഫിനോമിനയാണ്, സൈക്കോളജിക്കലാണ്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ പക്ഷെ അങ്ങനെയല്ലെന്നാണ് ഡർക്കിം പറയുന്നത്. അതിൻ്റെയും ബേസ് സൊസൈറ്റി തന്നെയാണ്, സോഷ്യൽ ഫാക്റ്റ് ആണ് ഇവിടെ കൂടുതൽ കാരണം, സൂയിസൈഡിന് കാരണം എന്നുള്ള ഒരു
ചിന്തയിലാണ് അദ്ദേഹം. സൂയിസൈഡ് വാസ് ആട്രിബ്യൂട്ടഡ് ടു ഇൻഡിവിജ്വൽ ഫിനോമിന ലൈക്ക് നെർവസ് ഡിസോർഡർ ഓർ ആൽക്കഹോളിസം. അപ്പൊ സാധാരണഗതിയിൽ ഇങ്ങനെയാണ്, അത് ഒരു ഇൻഡിവിജ്വൽ ഫിനോമിനയാണ്. നെർവസ് ഡിസോർഡർ കൊണ്ടാണ് അല്ലെങ്കിൽ ആൽക്കഹോളിസം കൊണ്ടൊക്കെ സംഭവിക്കുന്ന വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് സാധാരണ അതിനെ കൺസിഡർ ചെയ്യണത്. പക്ഷേ വാസ്തവത്തിൽ അങ്ങനെയല്ലെന്നുള്ള അഭിപ്രായക്കാരനാണ് ഡർക്കിം. ഡർക്കിം held that suicide could not be explained by individual or psychological factors but should be explained by analyzing the link between social institution and the individual. അപ്പോൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഇൻഡിവിജ്വലും തമ്മിലുള്ള ആ ബന്ധത്തിൽ നിന്നാണ്, അവിടെ എന്തോ തകരാറ് സംഭവിക്കുമ്പോഴാണ് സൂയിസൈഡ് ഉണ്ടാകുന്നതെന്നാണ് ഡർക്കിം അഭിപ്രായപ്പെടുന്നത്. ഇൻ ഓർഡർ ടു സ്റ്റഡി സൂയിസൈഡ്, ഡർക്കിം അനലൈസ്ഡ് സൂയിസൈഡ് റേസ് ഫ്രം ഡിഫറെന്റ് യൂറോപ്യൻ കൺട്രീസ്. അപ്പോൾ ഈ സൂയിസൈഡിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അദ്ദേഹം പല രാജ്യങ്ങളിലും പല വ്യത്യസ്ത കണക്കുകൾ എടുത്തിട്ട് സൂയിസൈഡ് റേറ്റ്സ് നോക്കിയിട്ട് അതിനെക്കുറിച്ച് പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ ഈ വ്യക്തിഗതമായിട്ടുള്ള ഒരു കാരണമല്ല, സോഷ്യൽ ഫാക്ട്സ് ആണ് ഇതിന് കാരണം എന്നുള്ള ഒരു അഭിപ്രായമാണ് ഡർക്കിമിനുള്ള. ഡർക്കിം വാസ് aware that experimental method could not be applied to the social sciences as it was in the natural science. ഇനി നാച്ചുറൽ സയൻസിനെ പോലെ സോഷ്യൽ ഫാക്ട്സിനെ പഠിക്കാൻ നേരത്തെ എക്സ്പെരിമെന്റൽ മെത്തേഡ് ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ദെയർഫോർ ഹി ലുക്ക് കാഷ്വൽ അനാലിസിസ് ഓഫ് സൂയിസൈഡ്. അപ്പൊ സൂയിസൈഡിന്റെ കാഷ്വൽ അനാലിസിസ് ആണ് അദ്ദേഹം നോക്കിയത്. But Durkheim explained various forms of suicide by looking at how individuals are able to develop bonds in society and how individuals are regulated by society. അപ്പം അദ്ദേഹം സൂയിസൈഡിന്റെ റേറ്റ് നോക്കി പല രാജ്യങ്ങളിലും പല സമയങ്ങളിലുള്ളത്. പിന്നെ അതുകൂടാതെ ഡർക്കിം എക്സ്പ്ലെയിൻഡ് വേരിയസ് ഫോംസ് ഓഫ് സൂയിസൈഡ്, പലതരം സൂയിസൈഡ് അദ്ദേഹം സമൂഹത്തിൽ കണ്ടു. ബൈ ലുക്കിംഗ് അറ്റ് ഹൗ ഇൻഡിവിജ്വൽസ് ആർ ഏബിൾ ടു ഡെവലപ്പ് ബോൺസ് ഇൻ സൊസൈറ്റി. സൊസൈറ്റി ആയിട്ട് ഇൻഡിവിജ്വൽസ് ഏത് തരത്തിലുള്ള ബോൺസ് ആണ് ഉണ്ടാക്കുന്നത്, അത് ഹൗ ഇൻഡിവിജ്വൽസ് ആർ റെഗുലേറ്റഡ് ബൈ സൊസൈറ്റി. സൊസൈറ്റിയിൽ ഇൻഡിവിജ്വൽസ് എങ്ങനെയാണ് റെഗുലേറ്റഡ് ആവണത്, അപ്പൊ അത് നോക്കിയിട്ടാണ് അദ്ദേഹം പലതരത്തിലുള്ള സൂയിസൈഡിനെ നിർവചിച്ചത്. ഹി ഡിസ്ക്രൈബ് ദ ഈഗോയിസ്റ്റിക് ആൻഡ് അൾട്രൂയിക് സൂയിസൈഡ് ബൈ റെഫറിംഗ് ടു ദ ലെവൽ ഓഫ് സോഷ്യൽ ഇന്റഗ്രേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്. അപ്പൊ രണ്ടു തരം ഓപ്പോസിറ്റ് സൂയിസൈഡ് ആണ്. ഒന്ന് ഈഗോയിസ്റ്റിക് സൂയിസൈഡ്, മറ്റത് അൾട്രൂയിസ്റ്റിക് സൂയിസൈഡ്. ഈ രണ്ടു തരം സൂയിസൈഡും എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം കാരണം പറയുന്നത് ടു ദ ലെവൽ ഓഫ് സോഷ്യൽ ഇന്റഗ്രേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്. അത് ഇൻഡിവിജ്വൽസിന്റെ സോഷ്യൽ ഇന്റഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന്. അപ്പൊ സോഷ്യൽ ഇന്റഗ്രേഷൻ റേറ്റ് കുറയുമ്പോഴാണ് ഈഗോയിസ്റ്റിക് ഉണ്ടാകുന്നത്. അത് സോഷ്യൽ ഇന്റഗ്രേഷൻ റേറ്റ് കൂടുന്ന സമയത്താണ് അൾട്രൂയിസ്റ്റിക് സൂയിസൈഡ് ഉണ്ടാകുന്നത് എന്നുള്ള അഭിപ്രായമാണ് ഡർക്കിമിനുള്ളത്. ഹി എക്സാമിൻഡ് അനോമിക്. ഇനി വേറെ രണ്ടു തരം സൂയിസൈഡ് അദ്ദേഹം കണ്ട്. അത് ഒന്ന് അനോമിക് ആൻഡ് ഒന്ന് ഫാറ്റലിസ്റ്റിക് സൂയിസൈഡ്. He examined the anomic and fatalistic suicide by referring to the level of social regulation of individuals. Because of the weakening of the social bonds, the individual detach themselves from society. അപ്പൊ ഇത് അനോമിക് അല്ലെങ്കിൽ ഫാറ്റലിസ്റ്റിക് സൂയിസൈഡ് ഉണ്ടാകാനായിട്ടുള്ള കാരണം അദ്ദേഹം പറയുന്നത് മനുഷ്യൻ കൂടുതൽ നോംലെസ് ആകുന്ന സന്ദർഭങ്ങളിൽ സമൂഹമായിട്ട് ചേർന്ന് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോഴാണ് ഇത്തരം സൂയിസൈഡ്സ് ഉണ്ടാകുന്നത്. ബിക്കോസ് ഓഫ് ദ വീക്കനിങ് ഓഫ് ദ സോഷ്യൽ ബോൺസ് വീക്ക് ആകുമ്പോൾ ദ ഇൻഡിവിജ്വൽ ഡിറ്റാച്ച് ദംസെൽഫ് ഫ്രം സൊസൈറ്റി. അവര് സൊസൈറ്റിയിൽ നിന്ന് തന്നെ അകന്നു പോകുന്നതായിട്ട് കാണുന്നു. ഇൻഡിവിജ്വൽ ടേൺ ടവേഴ്സ് ദംസെൽസ് ആൻഡ് ഇൻഡിവിജ്വൽ ഗോൾസ് ഡൊമിനേറ്റ് ഓവർ സോഷ്യൽ ഗോൾസ്. അപ്പൊ ഇൻഡിവിജ്വൽ ടേൺസ് ടവേഴ്സ് ദംസെൽസ്, അവരിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. സൊസൈറ്റിയിൽ നിന്ന് മാറി തന്നിലേക്ക് തന്നെ ചുരുങ്ങുമ്പോഴാണ് ഈ അനോമിക് സൂയിസൈഡ് അല്ലെങ്കിൽ ഫാറ്റലിസ്റ്റിക് സൂയിസൈഡ്സ് ഒക്കെ ഉണ്ടാകുന്നത്. ദ ബോൺസ് ഓഫ് ദ ഇൻഡിവിജ്വൽസ് വിത്ത് ഫെമിലിയർ റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആർ വീക്കൻഡ് ആൻഡ് ദേ ഡിപ്പെൻഡ് അപ്പോൺ ദംസെൽസ് മോർ. ഈഗോയിസ്റ്റിക് സൂയിസൈഡ് റിസൾട്ട്സ് ഫ്രം ദ absence of social bonds and the loosening of attachment of individual to group in society. അപ്പൊ സൊസൈറ്റിയിലെ ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്ത് പോകാൻ പറ്റാത്ത രീതിയിൽ ആ ബോൺസ് ഒക്കെ മോശമാണ് സമയത്താണ് ഈഗോയിസ്റ്റിക് സൂയിസൈഡ്
ഉണ്ടാകുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, ഡർക്കിംഗ് ഹെൽഡ് ദാറ്റ് ഫാമിലി ലൈഫ് ക്രിയേറ്റ്സ് ഡ്യൂട്ടീസ് ആൻഡ് ഒബ്ലിഗേഷൻസ് ടവേഴ്സ് സൊസൈറ്റി. ഇപ്പോൾ ഫാമിലി ലൈഫ്, അപ്പോൾ അവിടെ കുറേ ഡ്യൂട്ടീസ് ആൻഡ് ഒബ്ലിഗേഷൻസ് വ്യക്തികൾക്ക് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഗ്രേറ്റർ ബോണ്ടിങ് വിത്ത് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഔട്ട്സൈഡ് ഓഫ് വൺസെൽഫ്. അപ്പോൾ അയാൾക്ക് തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നല്ലൊരു ബോണ്ടിങ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഡർക്കിമിന്റെ അഭിപ്രായത്തിൽ ഫാമിലി ആയിട്ട് ജീവിക്കുന്നവരിലേക്കാളും സൂയിസൈഡ് റേറ്റ് കൂടുതൽ അവിവാഹിതർ, ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്കാണ്. അവർക്ക് ആരുമായിട്ട് ഒരു അറ്റാച്ച്മെന്റും ഇല്ല, ഒബ്ലിഗേഷൻസ് ഇല്ല. പക്ഷെ അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ സൂയിസൈഡ് മെന്റാലിറ്റി ഉണ്ടാകുന്നത്. അത്തരം സൂയിസൈഡിനെയാണ് ഈഗോയിസ്റ്റിക് സൂയിസൈഡ് എന്ന് പറയുന്നത്. ദിസ് ഹാസ് എ റീസ്ട്രെയിനിങ് ഇൻഫ്ലുവൻസ് ഓൺ സൂയിസൈഡ്. ദ പോളാർ ഓപ്പോസിറ്റ് ഓഫ് ഈഗോയിസ്റ്റിക് സൂയിസൈഡ്. ഇനി ഈഗോയിസ്റ്റിക് സൂയിസൈഡിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് അൾട്രൂയിസ്റ്റിക് സൂയിസൈഡ് എന്ന് പറയുന്നത്. ഒന്ന് സ്വാർത്ഥത മൂലം ഉണ്ടാകുന്നത്, മറ്റത് കൂടുതൽ എന്തെങ്കിലും ഒരു കാര്യത്തിനോട് കൂടുതൽ ആത്മാർത്ഥത വരുമ്പോൾ ഉണ്ടാകുന്നതാണ് അൾട്രൂയിസ്റ്റിക് സൂയിസൈഡ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് അത് വരാനുള്ള കാരണം അവർക്ക് ഗ്രേറ്റർ ബോണ്ടിങ് വിത്ത് സൊസൈറ്റി ഉണ്ടാകുമ്പോൾ. ഇപ്പോൾ ഉദാഹരണമായിട്ട് സൈനികരുടെ മരണം, സൈനികന് അറിയാം അവൻ മരിച്ചു വീഴുമെന്ന് അറിഞ്ഞാലും ശത്രുക്കൾക്ക് നേരെ പോരാടാൻ തയ്യാറാകുക. അതായത് രാജ്യത്തിനോടുള്ള ഒരു പ്രത്യേക സ്നേഹം കൊണ്ട്. അതുപോലെ ഇപ്പോ രാജീവ് ഗാന്ധിനെ വധിക്കാൻ വന്ന അവരുടെ അവര് മരിക്കുമെന്ന് അവർക്കറിയാം. പക്ഷെ എന്നാലും അവരുടെ ചാവേറിന്റെ ആ ഐഡിയ രക്ഷിക്കുക, അവരുടെ ആ പോളിസീനെ കാക്കുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് അവര് സ്വയം മരിച്ചുകൊണ്ട് മറ്റേയാളെ കൊല്ലാൻ നോക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെയാണ് അൾട്രൂയിസ്റ്റിക് സൂയിസൈഡ് എന്ന് പറയുന്നത്. അപ്പൊ പോളാർ ഓപ്പോസിറ്റ് ഓഫ് ഈഗോയിസ്റ്റിക് സൂയിസൈഡ് ആണ് അൾട്രൂയിസ്റ്റിക് സൂയിസൈഡ്. പിന്നെ മറ്റു രണ്ടു തരം സൂയിസൈഡ്സ്, ഒന്ന് അനോമിക് സൂയിസൈഡും മറ്റ് ഫാറ്റലിക് സൂയിസൈഡും. അനോമിക് സൂയിസൈഡ് ഉണ്ടാകുന്ന നോംലെസ്നെസ്, സൊസൈറ്റിയിൽ ഉള്ള നോംസ് ഒക്കെ അതിൽ നിന്നൊക്കെ വ്യക്തി മാറി നിൽക്കുമ്പോഴേക്കാണ് അനോമിക് ടൈപ്പ് ഓഫ് സൂയിസൈഡ്സ് വരുന്നത്. Religion and manifestation of the social. The elementary forms of religious life was published in 1912. അദ്ദേഹത്തിന്റെ വേറൊരു പുസ്തകമാണ് റിലീജിയൻ ആൻഡ് മാനിഫെസ്റ്റേഷൻ ഓഫ് ദ സോഷ്യൽ. അത് പബ്ലിഷ് ചെയ്തത് 1912 ഡർക്കിം വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ സ്റ്റഡി ഓഫ് റിലീജിയൻ ആസ് ഏർലി ആസ് 1902 ബിക്കോസ് ഹി റിഗാർഡഡ് ആസ് എ മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ സൊസൈറ്റി. സൊസൈറ്റിയിൽ ഒരു മേജർ ഇൻസ്റ്റിറ്റ്യൂഷനാണ് റിലീജിയൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അതിനകത്ത് കൂടുതൽ ശ്രദ്ധ പതിച്ചത്. The elementary forms of religious life, he wanted to explore the elements or the constituents of religion which make a religious life possible. He turned towards primitive religion and took an evolutionary approach by assuming that by studying the basic structure of primitive religion, the constituent of religion in general could be understood. He propounded a scientific study of religion. ഇവിടെയും അദ്ദേഹം ഒരു സയന്റിഫിക് സ്റ്റഡി തന്നെയാണ്. റിലീജിയനെ ഒരു സോഷ്യൽ ഫാക്റ്റ് ആയിട്ട് കണ്ടുവച്ചിട്ട് അതിന് ഒരു സയന്റിഫിക് സ്റ്റഡിയാണ് അദ്ദേഹം അതിൻ്റെ മേൽ നടത്തിയത്, ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പ്ലോറേഷൻ. ഫോർ ഡർക്കിം, റിലീജിയൻ ഹെൽപ്ഡ് പീപ്പിൾ മേക്ക് സെൻസ് ഓഫ് ദ വേൾഡ് ആൻഡ് റിലീജിയൻ പെർസോണിഫൈസസ് ദ സൊസൈറ്റി. He held that a religion is made up of beliefs and rituals. റിലീജിയൻ എന്ന് പറഞ്ഞാൽ ബിലീഫ്സും റിച്വൽസും, വിശ്വാസങ്ങളും ആചാരങ്ങളും കൊണ്ട് തീർത്തതാണ് റിലീജിയൻ. ബിലീഫ്സ് ഫോർ ഡർക്കിം വെർ ദ ഐഡിയാസ് ദാറ്റ് വെർ ഫോക്കസ്ഡ് ടവേഴ്സ് ദ സാക്രഡ്. സാക്രഡ് എന്നുള്ള പരിശുദ്ധമായിട്ടുള്ള അതാണ് ബിലീഫ്സ് എന്ന് പറയുന്നത്. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വേറൊരു വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്, പ്രൊഫൈൻ. പ്രൊഫൈൻ എന്ന് പറഞ്ഞാൽ ലൗകികമായിട്ടുള്ളത്. അപ്പൊ സാക്രഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പദമാണ് പ്രൊഫൈൻ എന്നുള്ളത്. അതൊക്കെ റിലീജിയൻ കൺസെപ്റ്റ്സ് ഓഫ് സാക്രഡ് ആൻഡ് പ്രൊഫൈൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇവിടെ ഒരു ബോക്സ് തന്നെ തന്നിട്ടുണ്ട്, അത് പഠിക്കുക.